ഓക്കെ, ശ്രദ്ധിച്ചേ. കറണ്ട് ഇലക്ട്രിസിറ്റി. ഇപ്പൊ കറണ്ട് ഇലക്ട്രിസിറ്റി പഠിക്കുമ്പോൾ ഈ ഒരു ഓർഡറിൽ തന്നെ ഫോളോ ചെയ്ത് പോവാ. എന്താ ഇലക്ട്രിക് കറണ്ട്? കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മൾ എവിടെന്നാ തുടങ്ങിയത്? ഇലക്ട്രിക് കറണ്ട്. എന്താ ഇലക്ട്രിക് കറണ്ട്? അപ്പൊ തന്നെ ഇക്വേഷൻ മനസ്സിലേക്ക് വരാം. ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുന്നത് എന്താ? ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്താ? റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് ത്രൂ എ കണ്ടക്ടർ ഇൻ യൂണിറ്റ് ടൈം. അതാണ് നമ്മൾ പറയാം. അപ്പൊ I is equal to ഇക്വേഷൻ എന്താ വരിക? I is equal to Q/T. ജസ്റ്റ് പഠിച്ചു പോവുക. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇപ്പൊ തന്നെ പഠിച്ചു പോകാൻ ആ ചാപ്റ്റർ ഞാൻ പറയണം. ഇലക്ട്രിക് കറണ്ട് എന്താ ഡിഫൈൻ ചെയ്യുന്നത്? ഇലക്ട്രിക് കറണ്ട്. വാട്ട് ഇസ് ഇലക്ട്രിക് കറണ്ട്? ആലോചിച്ചേ. ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ശ്രദ്ധിക്കുക. ഇലക്ട്രിക് കറണ്ട് എന്ന് പറയുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഈ ഇക്വേഷൻ വരിക. I is equal to Q/T. 1 മാർക്ക് ക്വസ്റ്റ്യൻ ഇതിന്ന് വരും. ഇതിന്ന് വരുമ്പോ എങ്ങനെയായിരിക്കും വരിക? QE equal to QEക്ക് നമ്മൾ എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യുന്നത്? മനസ്സിലായില്ല. Q എന്ന് പറഞ്ഞാൽ എന്താ? NE ഇട്ടേക്കണത് എന്താ? ഇത് നമ്മൾ എവിടെ പഠിച്ച കൺസെപ്റ്റാ? Q equal to plus or minus NE. ഇത് ഏത് കൺസെപ്റ്റാ? ഫസ്റ്റ് ചാപ്റ്ററിൽ. ഇതിന്റെ പേരെന്താ? ക്വാണ്ടൈസേഷൻ. ക്വാണ്ടൈസേഷൻ എന്താ ഡിഫൈൻ ചെയ്തത്? ചാർജ് ഇസ് ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് ബേസിക് ചാർജ് E. ഇതാണ് പഠിച്ചത്. അപ്പൊ Q equal to, അപ്പൊ ഇക്വേഷൻ പഠിക്കുമ്പോൾ ഈ 3 ഫോമും കൂടി പഠിച്ചു വെച്ചേക്കാം. മെയിൻ ആയിട്ട് ഇത് ആലോചിക്കുക. I is equal to Q/T. Qന് നമ്മൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നു. പിന്നെ വേറെ ഒരു രീതിയിൽ കൂടെ തരാം. ഇപ്പൊ ടൈം അല്ല, ഫ്രീക്വൻസി. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് ഞാൻ പറയുന്നത്. ഡയറക്റ്റ് ആയിട്ട് ഇത് ചോദിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇല്ല, ഇത് ചോദിക്കാൻ പോണില്ല. ചോദിക്കുന്നത് ഇതിന്നായിരിക്കും ചിലപ്പോൾ ചോദിക്കുക. ഏതെങ്കിലും ഒരു ഇലക്ട്രോൺ തന്നിട്ടുണ്ടാവും, അതിന്റെ നമ്പർ തന്നിട്ടുണ്ടാവും, പിന്നെ ചാർജ് കൊടുക്കുക, അത് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് 1/T. 1/Tനെ നമുക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? F എന്ന് കൊടുക്കാം, ഫ്രീക്വൻസി. അപ്പൊ ഇക്വേഷൻ എങ്ങനെ? NEF. ഈ ടൈപ്പിനാണ് 1 മാർക്ക്. ഇത് എൻട്രൻസ് എഴുതുന്നവർക്ക് എൻട്രൻസിന് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. അതായത് ഇപ്പൊ ഒരു എങ്ങനെയാ ക്വസ്റ്റ്യൻ ചോദിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു പാർട്ടിക്കിൾ സർക്കുലർ മോഷനിലാണെന്ന് വിചാരിക്കുക. ഒരു ചാർജ് അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിൾ സർക്കുലർ മോഷനിലാണെന്ന് വിചാരിക്കുക. സർക്കുലർ മോഷനിലായിരിക്കുന്ന പാർട്ടിക്കിളിന് എന്തായിരിക്കും ഉണ്ടാവുക? ഫ്രീക്വൻസി ഉണ്ടാവും. അപ്പൊ അങ്ങനെ കണക്ട് ചെയ്ത് പല പ്രാവശ്യം ചോദിച്ചിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻ എഴുതി വെച്ചേക്കാം. I is equal to Q/T NE/T NEF. ഓക്കെ, ഇനി ഇതിൽ നിന്ന് വന്നപ്പോ ഫസ്റ്റ് തന്നെ ചാർജ് പറയുമ്പോൾ ചാപ്റ്റർ തുടങ്ങുമ്പോൾ തന്നെ ഇലക്ട്രിക് കറണ്ട് നമ്മൾ പറഞ്ഞു. അപ്പൊ ഇലക്ട്രിക് കറണ്ടിന്റെ ഇക്വേഷൻ ഫസ്റ്റ് മനസ്സിലേക്ക് വരേണ്ട ഏതാ? I is equal to Q/T. ഇനി അവിടെ നിന്ന് ഡെഫിനിഷൻ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ അങ്ങനെ വേണം പഠിക്കാൻ. ഡെഫിനിഷൻ ആലോചിച്ച് നോക്കിയാൽ ഇറ്റ് ഈസ് ദ റേറ്റ് ഓഫ് ഫ്ലോ ഓഫ്, പറഞ്ഞടാ, റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ചാർജ് ത്രൂ എ കണ്ടക്ടർ. അപ്പൊ അത് കഴിഞ്ഞ് ഇനി അടുത്തത് എന്ത് ക്വാണ്ടിറ്റി? അതുകൂടെ ആലോചിച്ച് ചോദിക്കുക. എന്ത് ക്വാണ്ടിറ്റി ഇലക്ട്രിക് കറണ്ട്? സ്കെയിലാർ ക്വാണ്ടിറ്റി. ഇനി യൂണിറ്റ് എന്താ ഇലക്ട്രിക് കറണ്ടിന്റെ? ആംബിയർ. ഇനി അത് കഴിഞ്ഞിട്ട് കറന്റ് ഡെൻസിറ്റി. കറന്റ് ഡെൻസിറ്റിയുടെ ഇക്വേഷൻ എന്താ വരിക? ഒന്ന് ആലോചിച്ചേ. കറന്റ് ഡെൻസിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ എന്താ? കറന്റ് ഡെൻസിറ്റി J ഈക്വൽ ടു ഇക്വേഷൻ എന്താ വരിക? I/A. അപ്പൊ നമ്മൾ ഇലക്ട്രിക് കറന്റ് എന്താന്ന് പഠിച്ചു? കറന്റ് ഡെൻസിറ്റി. ഇലക്ട്രിക് കറന്റ് Iയും കറന്റ് ഡെൻസിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്താ? J. മറന്നുപോയത്. ഇനി കറന്റ് ഡെൻസിറ്റി എന്താ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്? ആ ഇക്വേഷൻ തന്നെ ഒന്ന് പറഞ്ഞാൽ മതി. J ഈക്വൽ ടു I/A അല്ലേ? അപ്പൊ ഇക്വേഷൻ എന്താ വരിക? J ഈക്വൽ ടു I എന്താ? J ഈക്വൽ ടു I/A. I എന്ന് പറഞ്ഞാൽ എന്താ? കറന്റ് ഫ്ലോയിങ് ത്രൂ. A എന്താ? യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയാ? കറന്റ് ഡെൻസിറ്റി. അപ്പൊ 2 ടോപ്പിക് പഠിച്ചു കഴിഞ്ഞാൽ ഇലക്ട്രിക് കറന്റ് കഴിഞ്ഞ് കറന്റ് ഡെൻസിറ്റിയും പറഞ്ഞ് ഓൾറെഡി പഠിച്ചു കഴിഞ്ഞവർ ഈ ഇക്വേഷൻ ഒക്കെ ഒന്ന് കറക്റ്റ് ആയിട്ട് ആലോചിച്ച് വെക്കട്ടെ. കറന്റ് ഡെൻസിറ്റി J ഈക്വൽ ടു I/A. അടുത്തത് പിന്നെ പഠിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക് ആണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താ നമ്മൾ പഠിച്ചത്? ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താ? കണ്ട, ഇതാണ് പഠിച്ചേക്കണത്. പറഞ്ഞോ. ആവറേജ് വെലോസിറ്റി ഗെയിൻഡ് ബൈ ദ ഇലക്ട്രോൺ in the opposite direction of applied electric field. അപ്പൊ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താന്ന് മനസ്സിലായില്ല? പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടല്ലേ? ഞാൻ കണ്ടന്റ് എക്സ്പ്ലെയിൻ ചെയ്ത് ഞാൻ പോണില്ല. ജസ്റ്റ് ബ്രീഫ് ചെയ്ത് പറഞ്ഞിട്ട് നമുക്ക് വേഗം പ്രോബ്ലം നോക്കാം. അപ്പൊ അടുത്ത ടോപ്പിക് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താ? ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായില്ല? ഇറ്റ് ഇസ് ദ ആവറേജ് വെലോസിറ്റി ഗെയിൻഡ് ബൈ ദ ഫ്രീ ഇലക്ട്രോൺ ടു മൂവ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ്. നമ്മൾ കൊടുക്കുന്ന അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡിന് ഓപ്പോസിറ്റ് ആയിട്ട് മൂവ് ചെയ്യാനായിട്ട്. അപ്പൊ നോക്കിക്കേ, നമ്മൾ കൊടുക്കുന്ന അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ടു നെഗറ്റീവ് ഇങ്ങനെയാണ് അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ് എങ്കിൽ അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇലക്ട്രോണിന് മൂവ് ചെയ്യാനായിട്ടുള്ള ആ ഒരു വെലോസിറ്റിക്ക് പറയുന്ന പേരാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഡ്രിഫ്റ്റ് വെലോസിറ്റിയുടെ ഇക്വേഷൻ എന്താ? VD ഈക്വൽ ടു E ടോ ബൈ M. ഓക്കെ, നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തിനാ? ഓപ്പോസിറ്റ് ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടി. അപ്പൊ എന്താ? നെഗറ്റീവ് അല്ലെങ്കിൽ E ടോ ബൈ M. ഇതിനെയാണ് നമ്മൾ എന്താ പറയാ? ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഡ്രിഫ്റ്റ് വെലോസിറ്റി 2 മാർക്ക് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇത് 2 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുവാണെങ്കിൽ ഞാൻ പറഞ്ഞ രീതിയിൽ സിമ്പിൾ ആയിട്ട് എഴുതിയാൽ മതി. ഞാൻ നോട്ടിൽ തന്ന രീതിയിൽ എഴുതിയാൽ മതി. 3 മാർക്കിനൊക്കെ ചോദിക്കുകയാണെങ്കിൽ ആ മെറ്റീരിയൽ തന്നേക്കുന്ന രീതിയിൽ മെറ്റീരിയൽ ഏകദേശം പെർഫെക്റ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെയാണ്.
ഡ്രിഫ്റ്റ് വെലോസിറ്റി. അടുത്ത ടോപ്പിക് റിലേഷൻ ബിറ്റ്വീൻ ഇലക്ട്രിക് കറന്റ് ആൻഡ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. I equal to ഞാൻ ഇത് പറഞ്ഞു തന്നില്ല, ഇത് എങ്ങനെ പഠിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞില്ല. ഓരോരുത്തരുടെ രീതിയിലാണ് പഠിച്ചു വെച്ചേക്കണം. ഞാൻ പറഞ്ഞില്ലേ ഈ ഡി മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇത് എന്തെന്ന് വായിക്കും? അവനെന്നല്ലേ വായിക്കുള്ളത് അല്ലേ? അപ്പൊ കറന്റും ഡ്രിഫ്റ്റ് വെലോസിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്താ? അവൻ. അത് പിന്നെ അവനെന്ന് എഴുതി വെക്കണേ കൊള്ളാം. ലാസ്റ്റ് ഡി. ലക്ഷ്മിക്ക് മനസ്സിലാവണ്ട? ഓക്കെ, തനീഷക്ക് കിട്ടുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പൊ I is equal to ബാക്കിയുള്ളവരുണ്ടായിരുന്നല്ലോ ഓൾറെഡി, അവരില്ലാത്തതുകൊണ്ട് ഞാൻ സ്പെഷ്യലി ചോദിച്ചത്. എടാ സംസാരിക്കല്ലടാ അതിന്റെ ഇടയ്ക്ക് ഇരുന്ന്. I equal to A into VD into EN. അവനെന്ന് ഓർത്ത് വെക്കാൻ നോക്കുക. VD എന്ന് പറഞ്ഞാലും ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതാണ് ഓംസ് ലോ. ഓംസ് ലോ എന്താണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. പിന്നെ പ്രോബ്ലത്തിലാണ് മെയിൻ ആയിട്ട് നമുക്ക് ഇത് വേണ്ടത്. ഓംസ് ലോയുടെ ഡെഫിനിഷൻ ഒരാളൊന്ന് പറഞ്ഞ വേഗം പറഞ്ഞ ഓംസ് ലോ. എടാ എന്തെങ്കിലും പറയടാ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ദ കറന്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ കറന്റ്. അത് മെയിൻ ആയിട്ട് പറയേണ്ട കൺസെപ്റ്റ് എന്താണ്? അതിൽ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. അത് മറന്നു പോയത് കേട്ടോ. അതില്ലെങ്കിൽ മാർക്ക് അങ്ങ് കട്ട് ചെയ്യും. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്ന് പറഞ്ഞില്ലെങ്കിൽ ഓംസിലുള്ള മാർക്ക് പോകും. ഇക്വേഷൻ എന്താ വരിക? പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ടു സർക്യൂട്ട് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കറന്റ്. V is directly proportional to I. പ്രൊപ്പോർഷണാലിറ്റി മാറ്റിയിട്ട് നമ്മൾ കൊണ്ടുവന്ന കോൺസ്റ്റന്റ് ഏതായിരുന്നു? R. അപ്പൊ V is equal to IR. ഓക്കെ, ഇത്ര ആലോചിച്ച് വെക്കുക. പിന്നെ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഒന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞേക്കുക. ഇതാണ് ഓംസ് ലോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് പഠിക്കേണ്ട ഡിഡക്ഷൻ ഓഫ് ഓംസ് ലോ. ഡിഡക്ഷൻ ഓഫ് ഓംസ് ലോ ഒക്കെ ഞാൻ പറഞ്ഞു തരുന്നത് എല്ലാം പഠിക്കാനുള്ളതാണ്. ഡിഡക്ഷൻ ഓഫ് ഓംസ് ലോ മെറ്റീരിയൽ നോക്കി പോയാൽ മതി. മെറ്റീരിയൽ ഉള്ളവർ അത് നോക്കിക്കേ, ഞാൻ പറഞ്ഞു പോകാം. ഡിഡക്ഷൻ ഓഫ് ഓംസ് ലോ. ഡിഡക്ഷൻ ഓഫ് ഓംസ് ലോയുടെ ഇക്വേഷൻ നോക്കി വെക്കുക. എങ്ങനെയാണ് ഡെഡ്യൂസ് ചെയ്ത് എത്തിക്കുന്നതെന്ന് നോക്കുക. അതുപോലെ റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ എന്താ? നന്ദന അവർക്ക് ഒന്ന് കാണിച്ചു കൊടുത്തേക്ക്. മെറ്റീരിയൽ ഒന്ന് ഷെയർ ചെയ്ത് കാണിച്ചു കൊടുക്കുക. ഇനി റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ എന്താ? റെസിസ്റ്റൻസ് R ഈക്വൽ ടു നോക്കി വെച്ച് ML NE സ്ക്വയർ ടോ എ. അത് ഓർത്ത് വെച്ചേക്ക്. ഇതൊക്കെ പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടത്. ഈ അടുത്ത ക്ലാസ്സിലില്ലേ ഞാൻ ഇപ്പൊ പറയുന്ന ഫോർമുല എല്ലാം ഞാൻ ചോദിക്കും. ഇപ്പൊ തന്നെ നമ്മൾ എത്രണ്ണം പഠിച്ചു കഴിഞ്ഞു? കറന്റിന്റെ പഠിച്ച്, കറന്റ് ഡെൻസിറ്റി പഠിച്ച്, ഡ്രിഫ്റ്റ് വെലോസിറ്റി പഠിച്ച്, ഓംസ് ലോ പഠിച്ച്, ഡിഡക്ഷൻ ഓഫ് ഓംസ് ലോ, റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ R ഈക്വൽ ടു പറ ML by NE സ്ക്വയർ ടോ എ. മറന്നു വരുന്നത് കേട്ടോ റെസിസ്റ്റൻസ്. ഇനി അതുപോലെ അടുത്തത് ഇതെല്ലാം എഴുതി പോയാൽ അത്രയും നല്ലത്. ഇനി വെക്റ്റർ ഫോം ഓഫ് ഓംസ് ലോ എന്താ? വെക്റ്റർ ഫോം ഓഫ് ഓംസ് ലോ J ഈക്വൽ ടു സിഗ്മ. ഇതെല്ലാം ഡെറിവേഷൻ ആണ് റെസിസ്റ്റൻസ്. ഇനി കണ്ടക്ടൻസിന്റെ ഇക്വേഷൻ എന്താ? കണ്ടക്ടൻസ് എടാ ഇത്ര ആലോചിച്ചാൽ മതി. റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ ഇത്രയും, അതിൽ വരുന്ന ആ ടേംസ് ഇല്ല, അത് കറക്റ്റ് ആയിട്ട് നോക്കി പോവുക. ഇപ്പൊ J ഈക്വൽ ടു സിഗ്മ ഇ എന്ന് പറഞ്ഞാൽ എന്താ? വെക്റ്റർ ഫോം ഓഫ് ഓംസ് ലോ. ഇനി റെസിസ്റ്റൻസ് R ഈക്വൽ ടു ML by NE സ്ക്വയർ ടോ എ. ഇതാണ് റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസും കണ്ടക്ടൻസും തമ്മിലുള്ള റിലേഷൻ എന്താ? ഇതൊക്കെ ഇപ്പൊ ആലോചിക്കൂല, പ്രോബ്ലം വന്നു കഴിയുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആവും. കണ്ടക്ടൻസും റെസിസ്റ്റൻസും തമ്മിലുള്ള റിലേഷൻ എന്താ? റെസിപ്രോക്കൽ അല്ലേ? അപ്പൊ നമുക്ക് കണ്ടക്ടൻസിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ഏതാ? G. അപ്പൊ G is equal to നമുക്ക് എങ്ങനെ എഴുതാം? 1/R. അപ്പൊ എന്ത് വരും? തിരിഞ്ഞു വരും. അത് നോക്കുക. അപ്പൊ റെസിസ്റ്റൻസ്, കണ്ടക്ടൻസ്, പിന്നെ റെസിസ്റ്റിവിറ്റി, പറയുന്ന ടോപ്പിക് ഒക്കെ നോക്കി പോയേക്കണോട്ടോ. റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ എന്താ? റോ ഈക്വൽ ടു M by NE സ്ക്വയർ ടോ. ഓക്കെ, അവൻ അറിയാൻ പഠിച്ചിട്ടുണ്ട് കുറച്ചൊക്കെ. ഓക്കെ, അപ്പൊ റെസിസ്റ്റിവിറ്റി കഴിഞ്ഞിട്ട് പിന്നെ അടുത്തത് വേറെ എന്താ പഠിക്കാനുള്ളത്? ഒരെണ്ണം കൂടി ഉണ്ട്. റെസിസ്റ്റിവിറ്റിയുടെ ഒപ്പം നമ്മൾ കണക്ട് ചെയ്യുന്ന ഏതാ? കണ്ടക്ടിവിറ്റി. അപ്പൊ റെസിസ്റ്റൻസ് പഠിക്കുമ്പോ കൂടെ ആരെ കൂടെ പഠിച്ചു വെച്ചേക്കണം? കണ്ടക്ടൻസ്. റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ മാത്രം പഠിച്ചു വെച്ചാൽ നമുക്ക് കണ്ടക്ടൻസും പറയാൻ പറ്റും. ഇനി റെസിസ്റ്റൻസും കണ്ടക്ടൻസും, റെസിസ്റ്റിവിറ്റി, കണ്ടക്ടിവിറ്റി. റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ ഒന്നുകൂടെ പറഞ്ഞേ. M by NE സ്ക്വയർ ടോ. അപ്പൊ നേരെ തിരിച്ച് കണ്ടക്ടിവിറ്റി വരുമ്പോ എന്ത് വരും? കണ്ടക്ടിവിറ്റിനെ റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ഏതാ? റെസിസ്റ്റിവിറ്റി റോ, കണ്ടക്ടിവിറ്റി എന്താ? സിഗ്മ. കണ്ടക്ടിവിറ്റി സിഗ്മ. ഓക്കെ, റെസിസ്റ്റൻസ് R. നോക്കിക്കേ, റെസിസ്റ്റൻസ് R, കണ്ടക്ടൻസ് G, റെസിസ്റ്റിവിറ്റി റോ, കണ്ടക്ടിവിറ്റി സിഗ്മ. ഇതെല്ലാം കൂടെ പറയുമ്പോ കൺഫ്യൂഷൻ ആവും. പക്ഷെ പഠിച്ച് എങ്ങനെയും വെച്ചേക്കുക. ഒട്ടും കിട്ടാത്ത അവര് ശ്രദ്ധിച്ച് റെസിസ്റ്റൻസ് മാത്രം പഠിച്ചു വെക്കുക. റെസിസ്റ്റൻസ് പഠിക്കുക. റെസിസ്റ്റൻസിന്റെ റെസിപ്രോക്കൽ എന്താ? കണ്ടക്ടൻസ്. മാറിപ്പോവരുത്. റെസിസ്റ്റൻസ്, കണ്ടക്ടൻസ്, റെസിസ്റ്റിവിറ്റി, കണ്ടക്ടിവിറ്റി. ഇക്വേഷൻ കിട്ടിയല്ല? R ഈക്വൽ ടു ML by NE സ്ക്വയർ ടോ എ. അപ്പൊ അതും കിട്ടി, കണ്ടക്ടൻസും കഴിഞ്ഞു. ഇനി റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ എന്താ? റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ പറഞ്ഞാണ് ഇപ്പൊ പറഞ്ഞത്. M by
Ne². ടോ. അപ്പൊ അതും കിട്ടിയിട്ടുണ്ടെങ്കിൽ എന്തും കിട്ടും, കണ്ടക്ടിവിറ്റിയും കിട്ടും. അപ്പൊ അതൊക്കെ നോക്കി വെച്ചേക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് ഓമിക് സബ്സ്റ്റൻസ്, നോൺ ഓമിക് സബ്സ്റ്റൻസ്, ഇതിന്റെയൊക്കെ എക്സാമ്പിൾ നോക്കി വെച്ചേക്കാം. 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കും. ഡയോഡ് ഓക്കെ. ഓമിക്കും നോൺ ഓമിക് സബ്സ്റ്റൻസ്. ഓമിക് സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും മീൻസ്? ഓമിക് സബ്സ്റ്റൻസ് ഓംസ് ലോ ഒബേ ചെയ്യുന്നവരെ നമ്മൾ എന്തെന്ന് പറയും? ഓമിക് സബ്സ്റ്റൻസ് എന്ന് പറയും. നോൺ ഓമിക് സബ്സ്റ്റൻസ് മീൻസ് സബ്സ്റ്റൻസ് വിച്ച് ഡസ് നോട്ട് ഒബേ ഓംസ് ലോ ആണ് നമ്മൾ നോൺ ഓമിക് സബ്സ്റ്റൻസ്. പിന്നെ ടെമ്പറേച്ചർ ഡിപെൻഡൻസ് ഓഫ് റെസിസ്റ്റിവിറ്റി, ആ ടോപ്പിക് ഇമ്പോർട്ടന്റ് എന്ന് എഴുതി വെച്ചു. അവിടുന്ന് പ്രോബ്ലംസ് നന്നായിട്ട് ചോദിക്കുവേ. ടെമ്പറേച്ചർ ഡിപെൻഡൻസ് ഓഫ് റെസിസ്റ്റിവിറ്റി, അതിന്ന് പ്രോബ്ലം ആയിരിക്കും ചോദിക്കുക. പിന്നെ സെയിം ക്വസ്റ്റ്യൻ അവിടെ നിന്ന് പഠിപ്പിച്ചിട്ടില്ലെങ്കിലും, ടോപ്പിക് ഇല്ല, അങ്ങനെ ഒരു ടോപ്പിക് ഇല്ല, പക്ഷെ സെയിം ക്വസ്റ്റ്യൻ ടെമ്പറേച്ചർ ഡിപെൻഡൻസ് ഓഫ് റെസിസ്റ്റൻസും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. റെസിസ്റ്റൻസ് ചോദിക്കുന്നുണ്ടെങ്കിൽ എന്ത് തന്നെ എഴുതുക? സെയിം തന്നെ റെസിസ്റ്റിവിറ്റി കൊടുത്തിരിക്കുന്ന പ്ലേസിലെല്ലാം റെസിസ്റ്റൻസിന്റെ 6 കൊടുത്താൽ മതി. സെയിം ഇക്വേഷൻ. പക്ഷെ അങ്ങനെ ഒരു ടോപ്പിക്ക് പറഞ്ഞിട്ടില്ല, പക്ഷെ പ്രോബ്ലം ചില സമയങ്ങളിൽ ചോദിക്കാറുണ്ട്. അപ്പൊ അതൊന്ന് നോക്കി വെച്ചേക്കാം. പിന്നെ കണ്ടക്ടർ, സെമി കണ്ടക്ടർ, ഇൻസുലേറ്റർ, അതിൽ നിന്നൊന്നും ഈ ചാപ്റ്ററിന് വലുതായിട്ട് ചോദിക്കില്ല. പിന്നെ വരുന്ന ഇത് നമുക്ക് ഓൾറെഡി വേറെ ചാപ്റ്റർ ഉണ്ടല്ലോ നമുക്ക്, കണ്ടക്ടർ, ഇൻസുലേറ്റർ, സെമി കണ്ടക്ടർ. അതുകൊണ്ട് അവിടെ നിന്നായിരിക്കും സെമി കണ്ടക്ടറിൽ നിന്നൊക്കെ നന്നായിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാം. എന്നാലും റിലേഷൻഷിപ്പ് പഠിച്ചു വെച്ചേക്കാം. അതും റെസിസ്റ്റിവിറ്റിയും തമ്മിലുള്ള കണക്ഷൻ എന്താണ്? റെസിസ്റ്റിവിറ്റി കുറയുവോ? മെറ്റൽസിന്റെ റെസിസ്റ്റിവിറ്റി എങ്ങനെയാണ്? കണ്ടക്ടിവിറ്റി എങ്ങനെയാണ്? അതൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കാം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇനിയല്ല, ഇത്രയും ഏരിയ നമുക്കൊന്ന് ആലോചിച്ച് മനസ്സിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ട 1 മണിക്കൂർ മതി ഒരു ചാപ്റ്റർ പഠിച്ചു തീർക്കാൻ. ഇങ്ങനെ അങ്ങ് പഠിച്ചു പോയാൽ മതി. അതിൽ തന്നെ കൂടുതൽ നേരം ഇരിക്കാതെ പെട്ടെന്ന് ഇങ്ങനെ ഒന്ന് നോക്കി നോക്കി വിട്ടിട്ടുണ്ടെങ്കിൽ, സംസാരിക്കല്ലടാ അതിൻ്റെ ഇടക്ക്, നോക്കി നോക്കി വിട്ടിട്ടുണ്ടെങ്കിൽ തീരും. പറയണ രീതിയിൽ തന്നെ നോക്കി പോയാൽ മതി. ഇനി തൊട്ടുള്ള ടോപ്പിക്ക് നന്നായിട്ട് നോക്കുക. റിലേഷൻ ബിറ്റ്വീൻ പൊട്ടൻഷ്യൽ ആൻഡ് EMF, പൊട്ടൻഷ്യലും EMF തമ്മിലുള്ള റിലേഷൻ, V is equal to E minus IR, അതൊക്കെ നോക്കി വെച്ചേക്കാം കേട്ടോ നന്നായിട്ട്. പിന്നെ സെൽസ് ഇൻ സീരീസ്, പാരലൽ, ഇതാണോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലല്ല, കഴിഞ്ഞ ചാപ്റ്ററിൽ ഇതല്ലേടാ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിപ്പിച്ചല്ലേ ഇത്? ഓക്കെ, അത് ഓൾറെഡി അപ്പൊ നമ്മൾ പഠിച്ചതല്ലേ, സെൽസ് ഇൻ സീരീസ്, പാരലൽ. ഓക്കെ, അത് കുഴപ്പമില്ല. ഇതിൽ നിന്നൊക്കെ പ്രോബ്ലം ഉണ്ടാവാറുണ്ട്, ഡെറിവേഷനും ഉണ്ടാവാറുണ്ട്. ഇതൊക്കെ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞത്. അപ്പൊ വൃത്തിയായിട്ട് നോക്കിയാൽ മതി. ഇതല്ലടാ അഭിനവൻ തെറ്റിച്ചത്, ബോർഡിൽ എഴുതാൻ പറഞ്ഞിട്ട് സെൽസ് ഇൻ സീരീസ് അല്ല. നിനക്ക് പിന്നെ എന്തായിരുന്നു വീസ്റ്റൺ ബ്രിഡ്ജ് ആയിരുന്നു. ഇതാരാ പിന്നെ എഴുതിയത്? ബിലാലാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ എഴുതിപ്പിച്ചില്ലേ പാരലൽ കോമ്പിനേഷനും സീരീസ് കോമ്പിനേഷൻ, ഞാൻ ബോർഡിൽ ചെയ്യിപ്പിച്ചില്ലേ? അതെ, ഓക്കെ. പിന്നെ കിർച്ചോഫ്സ് ലോ, കിർച്ചോഫ്സ് ലോയുടെ 2 ലോയും വൃത്തിയായിട്ട് പഠിക്കുക. പിന്നെ അവിടെ നിന്ന് പ്രോബ്ലം നോക്കണം കേട്ടോ. വീസ്റ്റൺ ബ്രിഡ്ജ്, വീസ്റ്റൺ ബ്രിഡ്ജിന്റെ ഒക്കെ ഡെറിവേഷൻ കിട്ടാതെ ഇപ്പോഴും ആരെങ്കിലും ഇരിക്കുന്നുണ്ടെങ്കിൽ പറയണേ. സിമ്പിൾ ഡെറിവേഷൻ പെട്ടെന്ന് പഠിക്കാം. പിന്നെ മീറ്റർ ബ്രിഡ്ജ്. ഇത്രയും അവിടെ ചാപ്റ്റർ കഴിഞ്ഞ് മെയിൻ ആയിട്ട് നോക്കാനുള്ളതൊക്കെ ആയിട്ടുണ്ട്. കണ്ടോ, 1 മണിക്കൂർ ഇരുന്നിട്ടുണ്ടെങ്കിൽ ചാപ്റ്റർ മെയിൻ ആയിട്ട് നമുക്ക് തീർക്കാൻ പറ്റും. ഒന്നുകൂടെ വേഗം ഒന്ന് ഓർഡറിൽ പറഞ്ഞ് എവിടെ തുടങ്ങണം, പഠിച്ചു കഴിയുമ്പോൾ ഈ ഒരു ഓർഡറിൽ പറയാൻ പറ്റണം കേട്ടാ. ഞാൻ ഈ പറയുന്ന ഓർഡർ ഇല്ല, അതുപോലെ സ്വന്തമായിട്ട് പറയാൻ നോക്കണം. ബുക്ക് ഒന്നും നോക്കാതെ ആ ഒരു പെർഫെക്റ്റ് ഓർഡറിൽ വരാം. സ്റ്റാർട്ട് ചെയ്ത് എവിടെ തൊട്ട് തുടങ്ങും? ഇലക്ട്രിക് കറന്റ്. ഇലക്ട്രിക് കറന്റിന്റെ ഇക്വേഷൻ എന്താ പറയാ? I equal to Q/T. ഒന്ന് ഡിഫൈൻ ചെയ്തപ്പോ തന്നെ റേറ്റ് ഓഫ് ഫ്ലോ ചാർജ് ത്രൂ എ കണ്ടക്ടർ. കറന്റ് ഡെൻസിറ്റി J equal to I/A. എന്താ ഡിഫൈൻ ചെയ്യാ? റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് കറന്റ് ത്രൂ യൂണിറ്റ് ഏരിയ. J equal to I/A. മറന്നു വരുതേ. അടുത്തത് ഡ്രിഫ്റ്റ് വെലോസിറ്റി. ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്താ? കൺസെപ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഡ്രിഫ്റ്റ് വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡിന് ശ്രദ്ധിച്ച്, അപ്ലൈഡ് ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങോട്ടാന്ന് വിചാരിക്കുക. അതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇലക്ട്രോണിന് ഫ്ലോ ചെയ്യണം എന്നുണ്ടെങ്കിലുള്ള ഒരു വെലോസിറ്റി, അതിന് പറയുന്ന പേരാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. അപ്പൊ എന്താ ഡിഫൈൻ ചെയ്യുക? ആവറേജ് വെലോസിറ്റി gained by the electron to move in the opposite direction of the applied electric field. Equation എന്താ വരിക? VD equal to E tau by M. ഇനി relation between current and drift velocity, I is equal to അവൻ. ഓക്കെ, AVEN, അവൻ. ഓക്കെ, കറന്റും ഇതും തമ്മിലുള്ള റിലേഷൻ. പിന്നെ ഏതാ നമ്മൾ പഠിച്ചതിന്? ഓംസ് ലോ. ഓംസ് ലോ തന്നെയല്ലേ? ഓക്കെ, ഓംസ് ലോ. ഓംസ് ലോയുടെ ഇക്വേഷൻ നമുക്കറിയാം. പിന്നെ ഡിഡക്ഷൻ ഓഫ് ഓംസ് ലോ. ഡിഡക്ഷൻ ഓഫ് ഓംസ് ലോ നമ്മൾ ആലോചിച്ച് നോക്കണ്ട. റെസിസ്റ്റൻസിന്റെ ഇക്വേഷൻ എന്താ? ബോർഡിൽ നോക്കാതെ പറയാൻ നോക്ക്. റെസിസ്റ്റൻസ് എന്താ? ML/Ne². ടോ. റെസിസ്റ്റൻസ്. റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താ റെസിസ്റ്റൻസ്? വാട്ട് ഈസ് റെസിസ്റ്റൻസ്? ഇറ്റ്സ് ആൻ ഒപ്പോസിഷൻ. ഒപ്പോസിഷൻ ടു ദ ഫ്ലോ ഓഫ് കറന്റ്. ഓക്കെ, ഇനി കണ്ടക്ടൻസ് എന്ന് പറഞ്ഞാൽ എന്താ? കണ്ടക്ടൻസും റെസിസ്റ്റൻസും തമ്മിലുള്ള റിലേഷൻ എന്താണ്? കണ്ടക്ടൻസ്. കണ്ടക്ടൻസ് എന്താ? റെപ്രസെന്റ് ചെയ്യുന്ന ലെറ്റർ ഏതാ? അത് കണ്ടക്ടിവിറ്റി. കണ്ടക്ടൻസ് ഏതാ? അത് റെസിസ്റ്റിവിറ്റി, G. ഓക്കെ, റെസിസ്റ്റൻസും കണ്ടക്ടൻസും തമ്മിലുള്ള റിലേഷൻ എന്താ? അഭിനവ് പറഞ്ഞടാ. G equal to, അതിൽ നോക്കണ്ട. G equal to, കണ്ട് ഇവിടെ ശ്രദ്ധിച്ചിരുന്നാ കിട്ടൂലേ. ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യങ്ങളല്ലേ ഇതല്ല. G equal to 1/R. ഓക്കെ, ഇനി റെസിസ്റ്റിവിറ്റി. റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ എന്താ?
m/ne² ടോ. ഇനി കണ്ടക്ടിവിറ്റിയും റെസിസ്റ്റിവിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്താ? റെസിസ്റ്റിവിറ്റി കണ്ടക്ടിവിറ്റി സിഗ്മ ഈക്വൽ ടു 1/ρ. ഓക്കെ, അപ്പൊ അതും കഴിഞ്ഞു. ഇനി പിന്നെ ഏത് ടോപ്പിക്കാ ആലോചിച്ചു? ഓമിക് സബ്സ്റ്റൻസ്, നോൺ ഓമിക് സബ്സ്റ്റൻസ് ഇങ്ങനെ വരണം. ഈ ഒരു ഓർഡർ കിട്ടിയാൽ മാത്രമേ നമുക്ക് ചാപ്റ്റർ പെർഫെക്റ്റ് ആവുള്ളൂ. ഓമിക് സബ്സ്റ്റൻസ്, നോൺ ഓമിക് സബ്സ്റ്റൻസ് ഏതെങ്കിലും എക്സാമ്പിൾ നോക്കുക. പിന്നെ ടെമ്പറേച്ചർ ഡിപെൻഡൻസ് ഓഫ് റെസിസ്റ്റർ, റെസിസ്റ്റിവിറ്റി ഇക്വേഷനും ആ ടോപ്പിക് വൈസ് ഓർഡറിൽ വന്നോട്ടാ. പിന്നെ അടുത്തത് റിലേഷൻ ബിറ്റ്വീൻ സെൽ ആൻഡ് EMF, V is equal to E minus IR, അത് നോക്കുക. പിന്നെ അടുത്തത് സെൽ എന്താ, അതൊന്ന് പറയാൻ മറന്നു ഞാൻ. സെല്ല് വേണ്ട. സെല്ലിൽ നമുക്ക് ഇന്റേണൽ റെസിസ്റ്റൻസ് ഉള്ള ഒരു സെല്ല് കൺസിഡർ ചെയ്യണമെങ്കിൽ അതിലിപ്പോ EMF പറയാനുണ്ട്. EMF എന്ന് പറയുമ്പോൾ എന്താ? EMF എപ്പോഴാ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സെല്ലില്? ഓപ്പൺ സർക്യൂട്ട് ആയിരിക്കുമ്പോഴാണ് എന്തുണ്ടാവുക? EMF ഉണ്ടാവുക. പിന്നെ ഒരു സെല്ലിന് എക്സ്റ്റേണൽ ക്യാപിറ്റൽ R എന്തിനാ റെപ്രസെന്റ്? നമ്മൾ ഈക്വേഷൻ എഴുതി V is equal to E minus IR എന്ന് എഴുതി. ഓക്കെ, E എന്ന് പറഞ്ഞ EMF. ഓക്കെ, ഇനി ക്യാപിറ്റൽ R എന്ന് വിചാരിക്കുക. ക്യാപിറ്റൽ R എന്ന് പറയുമ്പോ എന്താ? എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്. അപ്പൊ നമ്മളൊരു സെല്ല് കൺസിഡർ ചെയ്യണമെന്ന് വിചാരിക്കുക. ആ ഒരു സെല്ലിന്റെ ഉള്ളില് ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ഉണ്ട്, പ്ലസ് എന്തും കൂടെ ഉണ്ടാവും ആ സെല്ലില്? ഇന്റേണൽ റെസിസ്റ്റൻസും കൂടെ ഉണ്ടാവും. അപ്പൊ ടോട്ടൽ റെസിസ്റ്റൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തൊക്കെ വരും? R + R വരും ടോട്ടൽ റെസിസ്റ്റൻസ് പറയുമ്പോൾ. അതായത് പ്രോബ്ലം ചെയ്യുമ്പോൾ അവിടെയൊക്കെ നമുക്ക് തെറ്റിപ്പോവാറുണ്ട്. നിങ്ങൾ ഇന്റേണൽ റെസിസ്റ്റൻസ് ചിലപ്പോൾ അവർ ക്വസ്റ്റ്യനില് ഇന്റേണൽ റെസിസ്റ്റൻസിന്റെ വാല്യൂ അവർ തന്നിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ ഇന്റേണൽ റെസിസ്റ്റൻസിന്റെ വാല്യൂ എന്ന് പറയുന്നത് R = 0.2 Ohm എന്നൊക്കെ പറഞ്ഞ് തന്നിട്ടുണ്ടാവും. എക്സ്റ്റേണൽ റെസിസ്റ്റൻസിന്റെ വാല്യൂ അവർ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവില്ല, ചിലപ്പോൾ പക്ഷെ ഫിഗറിൽ ഇട്ട് തന്നിട്ടുണ്ടാവും. ഫിഗറിൽ ഇങ്ങനെ തന്നെ കിടക്കുന്നതെന്ന് വിചാരിക്കും. എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് 0.2 Ohm എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ടാവും. നിങ്ങൾ പ്രോബ്ലം ചെയ്ത് കറന്റ് കണ്ടുപിടിക്കാൻ പറയുമ്പോൾ നിങ്ങൾ ഏത് വാല്യൂ ആയിരിക്കും എടുക്കുക? നിങ്ങൾ വിചാരിക്കും ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന ഇതും സെയിം ആണെന്ന് വിചാരിക്കും. ചിലപ്പോ അതിൽ ഇന്റേണൽ റെസിസ്റ്റൻസ് എന്ന് സ്പെസിഫൈ ചെയ്തിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ R = 0.2 Ohm എന്ന് എടുക്കുക. എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ചിലപ്പോൾ പുറത്ത് വേറെ തന്നിട്ടുണ്ടാവും. അപ്പൊ അത് കൺസിഡർ ചെയ്ത് രണ്ടും കൂടി ആഡ് ചെയ്യണം. അങ്ങനെയൊക്കെ മാർക്ക് കുറെ പോവാറുണ്ട്. എക്സ്റ്റേണൽ റെസിസ്റ്റൻസിനെ കൺസിഡർ ചെയ്യില്ല, ചിലപ്പോൾ ഇന്റേണലിനെ കൺസിഡർ ചെയ്യില്ല. അപ്പൊ അതൊക്കെ ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് പിന്നെ ഏതാ നമ്മൾ പഠിച്ചേ? സെൽസ് സീരീസ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുക? സീരീസിന്റെ ഇക്വേഷൻ എന്താണ്? പാരലലിന്റെ ഇക്വേഷൻ എന്താ? കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം ഡിറൈവ് ചെയ്തതല്ലേ? സാറ ഒന്ന് പറഞ്ഞേ. സെൽസ് സീരീസ് പാരലൽ കോമ്പിനേഷൻ. സെല്ലിന്റെ ഇക്വേഷൻ എന്താ? EMF, ടോട്ടൽ EMF. അതായത് രണ്ട് സെൽസ് നമ്മൾ സീരീസ് ആയിട്ട് വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. സീരീസ് ആയിട്ട് രണ്ട് സെൽസ് വെച്ചിട്ടുണ്ടെങ്കിൽ ടോട്ടൽ EMF കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഏത് ഇക്വേഷനാ യൂസ് ചെയ്യുക? E = E1 + E2. ഇനി രണ്ട് സെൽസ് നമ്മൾ പാരലൽ ആയിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ടോട്ടൽ EMF കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഏതാ? E1 R1 + E2 R2 divided by E1 R2 + E2 R1 divided by R1 + R2. അതാണ് നമ്മുടെ ഇക്വേഷൻ. ഓക്കെ, ഇനി അടുത്തത് കറക്റ്റാ പറഞ്ഞത്. ഞാൻ ആദ്യം പറഞ്ഞ തിരിച്ചായിരുന്നു. ഓക്കെ, ഇനി അത് സെൽസ് സീരീസ് പാരലൽ കഴിഞ്ഞ് അടുത്തത് പിന്നെ ഏതാ? പിന്നെ മെയിൻ ആയിട്ട് പഠിക്കാനുള്ള ലോ ഏതാ നമുക്ക്? കിർച്ചോഫ്സ് ലോയുടെ ജംഗ്ഷൻ റൂൾ ഉണ്ട്, ലൂപ്പ് റൂൾ ഉണ്ട്. ജംഗ്ഷൻ റൂൾ എന്താ ഇക്വേഷൻ? ജംഗ്ഷൻ റൂളിന്റെ ഇക്വേഷൻ അല്ല, ജംഗ്ഷൻ റൂൾ എന്താ ഉദ്ദേശിക്കുന്നത്? സം ഓഫ് ദ കറന്റ് എന്ററിംഗ് ടു ദ ജംഗ്ഷൻ 0. അതായത് ഒരു കറന്റ് ഒരു ജംഗ്ഷൻ നോക്കുകയാണെങ്കിൽ ജംഗ്ഷനിലെ കറന്റിന്റെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. 0 മീൻസ് വരുന്ന കറന്റിന്റെ സമ്മ് ദാറ്റ്സ് ഈക്വൽ ടു പോകുന്ന കറന്റിന്റെ സമ്മ്. അത് പറയാം. പിന്നെ ജംഗ്ഷൻ റൂളിൽ നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻ അധികം ഉണ്ടാവാറില്ല, അത് 1 മാർക്കിനെ ചോദിക്കുള്ളൂ. പിന്നെ ലൂപ്പ് റൂൾ വൃത്തിയായിട്ട് പഠിക്കുക. ലൂപ്പ് റൂൾ അറിയില്ലെങ്കിൽ നന്നായിട്ട് നോക്കിയിട്ട് വേണം പോകാൻ. ലൂപ്പ് റൂളിൽ നിന്ന് അറ്റ്ലീസ്റ്റ് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഇപ്പൊ പഠിച്ചിട്ട് വേണം പോകാൻ. ഇന്നിപ്പോ ഇവിടെ ഇരുന്ന് ഒരു ക്വസ്റ്റ്യൻ എല്ലാവരും ചെയ്ത് കാണിച്ചിട്ട് പോകാൻ പാടുള്ളൂ. ഓക്കെ, അത് ഞാൻ പറഞ്ഞുതരാം, കിട്ടിയില്ലെങ്കിൽ പറഞ്ഞുതരാം. അത് ചെയ്ത് കാണിച്ചിട്ട് വേണം പോവാൻ. ലൂപ്പ് റൂൾ ഓക്കെ ആക്കണം. പിന്നെ അതാ വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് എന്തിനാ നമ്മൾ യൂസ് ചെയ്യുന്നത്? വീറ്റ്സ്റ്റൺ ബ്രിഡ്ജിന് 5 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരാറ്, എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്. സെക്കൻഡ് പാർട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, ഡിറൈവ് ദ ബാലൻസ്ഡ് കണ്ടീഷൻ ഓഫ് വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് 5 മാർക്കിന് ചോദിക്കാറുണ്ട് പൊതുവെ. ബാലൻസ്ഡ് കണ്ടീഷൻ ഓഫ് വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ ഏതാണ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യേണ്ട? P/Q = R/S. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വാട്ട് ഇസ് വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് എന്നാണ് പറയാറ്. അപ്പൊ എന്താ വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ്? അത് ആരും എഴുതാറില്ല. അറേഞ്ച്മെന്റ് ഓഫ് 4 റെസിസ്റ്റേഴ്സ്. എന്തിനു വേണ്ടിയാണ് നമ്മൾ ഈ വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്? ടു ഫൈൻഡ് ദ അൺനോൺ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്? വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ വീറ്റ്സ്റ്റൺ ബ്രിഡ്ജിന്റെ ബാലൻസ്ഡ് കണ്ടീഷൻ നോക്കാം. പിന്നെ അടുത്തത് ഏതാ വരിക? മീറ്റർ ബ്രിഡ്ജ്. രണ്ടും വേണം, നോക്കിയിട്ട് വേണം പോവാൻ. മീറ്റർ ബ്രിഡ്ജ്, വീറ്റ്സ്റ്റൺ ബ്രിഡ്ജ്. ഓക്കെ അല്ലേ? ചാപ്റ്ററിന്റെ ഏകദേശം ഐഡിയ കിട്ടിയല്ലോ. അപ്പൊ ഈ ഒരു ഓർഡറിൽ വേണം പഠിച്ചു വരാൻ. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലം നോക്കാം, ഏതൊക്കെ ടൈപ്പ് പ്രോബ്ലം വരുന്നതെന്ന് നോക്കാം.
അപ്പൊ അടുത്ത ക്ലാസ്സിൽ പഠിച്ചിട്ട് വരുമ്പോ ഈ ഫോർമുലാസ് എല്ലാം പഠിച്ചിട്ട് വരണം. അല്ല, ഫോർമുലാസ് നമുക്ക് ഇപ്പൊ തന്നെ വേണം ചോദിച്ചു വിടാം, അത് കുഴപ്പമില്ല. ഏകദേശം ഒക്കെ ആയിട്ടുണ്ട്. പ്രോബ്ലം ചെയ്യുമ്പോൾ ഇനി ഞാൻ പറയുന്ന പ്രോബ്ലത്തിന്റെ ഏരിയ നോക്കുക. ഞാൻ ഒരേ ഏരിയ പറയും, അതായത് പ്രീവിയസ്ലി ചോദിച്ച ക്വസ്റ്റിന്റെ ബേസിലാണ് ഞാൻ ഏരിയ പറയാൻ പോണത്. ഓക്കെ, അപ്പൊ ആ ഏരിയ വേണം കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യാൻ. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ ഫസ്റ്റ് പറഞ്ഞ ക്വസ്റ്റ്യൻ I is equal to Q by T എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ പറഞ്ഞില്ലേ, അതിൽ നിന്ന് നമുക്കറിയാം ഏകദേശം എത്ര മാർക്കിനായിരിക്കും വരാൻ ചാൻസ് ഉണ്ടാവുക. 1 മാർക്കിനായിരിക്കും വരാൻ ചാൻസ് ഉണ്ടാകുന്നത്. അപ്പൊ അതിന് ആ ഒരു ക്വസ്റ്റ്യൻ വെച്ചോണ്ട് 10 ക്വസ്റ്റ്യൻ എഴുതിക്കൊണ്ട് വരണ്ട, മനസ്സിലായ? അതൊക്കെ ജസ്റ്റ് 1 മാർക്ക് ക്വസ്റ്റ്യൻ. അപ്പൊ അത് ആ രീതിയിൽ അങ്ങ് എടുത്താൽ മതി. ബാക്കിയുള്ളത് വേണം ഫോക്കസ് ചെയ്യാൻ. ഞാൻ മെയിൻ ആയിട്ട് പറയാം. ആ ഗൈഡ് എടുത്ത വിവേക് ചിലപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറ്റിക്കും. ഇനി പറയുന്ന ഏരിയ വെച്ചിട്ട് പ്രോബ്ലം ചെയ്യണോട്ടാ. ഇന്ന് വരെ പറഞ്ഞല്ല, ട്യൂസ്ഡേ പറഞ്ഞ. ഓക്കെ, ക്വസ്റ്റ്യൻ എഴുതിക്കോട്ടാ. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കരുത്, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഒന്ന് മനസ്സിലാക്കി ചെയ്യാം. എഴുതിക്കോ, ക്വസ്റ്റ്യൻ എഴുതിക്കോ. In the circuit shown in the figure, find the current through each resistor. Find the current through each resistor. Find the current through each resistor. The first question, second question, calculate the value of the resistance R എടാ ഈ ക്വസ്റ്റ്യൻ എഴുതിയെടുത്ത് ചെയ്യട്ടെ, നല്ലൊരു ഐഡിയ കിട്ടുള്ളൂ എങ്ങനത്തെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യണമെന്ന്.
സെക്കൻഡ് വണ്ണിന്റെ ഫിഗർ ഇവിടെ വരക്കണേ. സംസാരിക്കല്ലേ വേഗം ചെയ്ത്. വേഗം ചെയ്യട്ടാ. ചെയ്ത് നോക്ക്, കിട്ടിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഒരു മിനിറ്റ്. കിട്ടിയ ആൻസർ കിട്ടിയ? നിങ്ങൾ കണ്ടുപിടിച്ചോ, സിമ്പിൾ അല്ലേ? പറഞ്ഞിട്ടില്ലല്ലോ ഇന്റേണലിന്റെ കാര്യം. പറഞ്ഞു കണ്ടുപിടിക്കണം. ഇത് എത്ര മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെന്നോ ഈ തന്നേക്കണത്? 2 മാർക്ക് കേട്ടാ. അല്ല, ടീച്ചർ റെസിസ്റ്റർ ഓരോന്നിന്റെയും കണ്ടുപിടിക്കണം. 3 ഓമിന്റെയും അല്ല പറഞ്ഞിട്ടുണ്ടോ? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടോ ഓരോ റെസിസ്റ്റർ ഏതിന്റെയൊക്കെ കണ്ടുപിടിക്കണ്ടേന്ന്? ഇല്ലല്ല. കറന്റ് ത്രൂ ഞാനല്ല വേണ്ട. കറന്റ് ത്രൂ 3 ഓമും 6 ഓമും കണ്ടുപിടിച്ചാൽ മതി. ടോട്ടൽ കറന്റ് ആദ്യം കണ്ടുപിടിക്കുക. ആദ്യം കറന്റ് കണ്ടുപിടിച്ചേ അവന് കിട്ടി. ബാക്കിയുള്ളത് കറന്റ് കണ്ടുപിടിക്കുക. ടോട്ടൽ കറന്റ് കണ്ടുപിടിക്കുക. കറന്റ് ത്രൂ 3 ഓമും കറന്റ് ത്രൂ 6 ഓമും കണ്ടുപിടിക്കുക. കിട്ടാത്ത ഒരു കുഴപ്പം. 0.33 ഞാൻ ചെയ്യടാ. രണ്ടും കണ്ടുപിടിക്ക്.
0.16 ചെയ്തൊക്കെ. വേഗം ചെയ്യ് ടൈം കളയല്ലേ. രണ്ട് ചെറിയ ക്വസ്റ്റ്യൻ ആകെ കിട്ടത്. വേഗം ചെയ്യും. വല്ല നടക്കൂ. ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേടാ അത്.
സർക്യൂട്ട് മാറ്റി വരക്കാതെ ഇതിന്റെ ആൻസർ കിട്ടൂല. സർക്യൂട്ട് മാറ്റി വരച്ചിട്ട് വേണം നമുക്കിത് കണ്ടുപിടിക്കാൻ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സിമ്പിൾ ആണെന്നും പറയാനില്ല, അത് പെട്ടെന്ന് കിട്ടും. അല്ലേ എഴുതണ്ട, 1 വോൾട്ട് R5. ഓക്കെ, കിട്ടിയാ? കിട്ടണില്ലല്ലോ. ഞാൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ പെട്ടെന്ന് പറഞ്ഞു പോകാൻ പോണേ, ശ്രദ്ധിച്ചോ. നമുക്ക് ആദ്യം ടോട്ടൽ കറന്റ് കണ്ടുപിടിക്കാം. ടോട്ടൽ കറന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? നന്ദന പറഞ്ഞ ഇവിടെ ഏത് ഇക്വേഷൻ? നമുക്ക് ഇവിടെ വല്ല ലൂപ്പ് റൂൾ, ജംഗ്ഷൻ റൂൾ. ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? നമ്മളോട് എന്ത് കണ്ടുപിടിക്കാനാ പറഞ്ഞേക്കുന്നത്? ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചടാ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ത് കണ്ടുപിടിക്കാനാ പറഞ്ഞേക്കുന്നത്? ഫൈൻഡ് ദ കറന്റ് ത്രൂ ഈച്ച് റെസിസ്റ്റർ കണ്ടുപിടിക്കാനാ പറഞ്ഞേക്കുന്നത്. റെസിസ്റ്റർ അത് ഞാൻ സബ് ഡിവിഷൻ ആയിട്ട് ക്വസ്റ്റ്യൻ പറഞ്ഞു. ഇപ്പൊ രണ്ടാമത് കറന്റ് ടു 6 ഓമും അതുപോലെ 3 ഓമും കണ്ടുപിടിച്ചത് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ക്വസ്റ്റ്യൻ. ഓക്കെ, ശ്രദ്ധിച്ചോ. അപ്പൊ നമുക്ക് കറന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇങ്ങനെ ഒരു സർക്യൂട്ട്, പക്ഷെ ഇത് കണ്ട 2 മാർക്കിനൊക്കെ ഉള്ളൂ ഈ ക്വസ്റ്റ്യൻ. ചിലപ്പോ 3 മാർക്കിന് ചോദിക്കാം കൂടിപ്പോയാ. ഈ ചാപ്റ്ററിൽ നിന്ന് ഇങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻ വേണം നമ്മൾ പ്രതീക്ഷിക്കാൻ. ഇതേ വരുള്ളൂ. സർക്യൂട്ട് തരും. സർക്യൂട്ട് ചിലപ്പോൾ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർക്യൂട്ട് ആയിരിക്കും. ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ തോന്നുന്നു. അത്രയും വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അവർ തരുള്ളൂ, പക്ഷെ സിമ്പിൾ ആണ്. ഇവിടെ ശ്രദ്ധിച്ചോ. ഇവിടെ ഫസ്റ്റ് നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാം. ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താ? കണ്ടുപിടിക്കേണ്ട കറന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം തന്നെ നമുക്ക് ടോട്ടൽ കറന്റ് കണ്ടുപിടിക്കാം. ടോട്ടൽ കറന്റ് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ ഇക്വേഷൻ എന്താ? കറന്റ് കണ്ടുപിടിക്കാനുള്ള ടോട്ടൽ കറന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? പെട്ടെന്ന് നമ്മൾ ടോട്ടൽ കറന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്ക് മനസ്സിലാലോചിക്കാം. ഞാൻ പറഞ്ഞ ചാപ്റ്റർ പഠിച്ചാൽ ഓക്കെ ആവും. കറന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആദ്യം നമുക്ക് ഓർമ്മ വരുന്നത് എന്തായിരിക്കും? ചിലര് V/R ഓർക്കും, ചിലർ ഓർക്കണത് I = Q/T നമ്മൾ പഠിച്ചില്ലാന്ന് ഓർക്കും. പക്ഷെ അതിവിടെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല. I = Q/T പഠിച്ച പക്ഷെ നമുക്ക് അതിവിടെ പറ്റത്തില്ല. അതുകൊണ്ട് അത് യൂസ് ചെയ്യാൻ പാടില്ല. പിന്നെ നമുക്കുള്ളത് ഓംസ് ലോ നമ്മൾ പഠിച്ചത്. ഓംസ് ലോ V = IR ആ പഠിച്ചത്. അതിൽ നിന്ന് നമുക്ക് I = എന്തെന്ന് പറയാം? V/R എന്ന് പറയാം. അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് V ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. V കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യാം നോക്കിക്കേ. ഇവിടെ ഒരു 8 വോൾട്ട് തന്നിട്ടുണ്ട്, 4 വോൾട്ടും തന്നിട്ടുണ്ട്. അപ്പൊ ടോട്ടൽ പൊട്ടൻഷ്യൽ എടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യണം. ടോട്ടൽ പൊട്ടൻഷ്യൽ എന്ന് പറയുമ്പോൾ ടോട്ടൽ EMF അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ E കണ്ടുപിടിക്കാൻ വേണ്ടി E = 8 വോൾട്ട് മൈനസ് 4 വോൾട്ട്. അപ്പൊ നമുക്ക് എത്ര കിട്ടി? 4 വോൾട്ട് എന്ന് കിട്ടി. അപ്പൊ ഈ ബിയുടെ വാല്യൂ നമുക്ക് 4 ആണെന്ന് കിട്ടി. ഇനി R ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, R കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യും? R എന്ന് പറഞ്ഞാൽ എന്താ? റെസിസ്റ്റർ ആണ്. ഇവിടെ ഇന്റേണൽ റെസിസ്റ്റൻസിനെ പറ്റി പറഞ്ഞിട്ടില്ല. ഇവിടെ ക്വസ്റ്റ്യനിൽ ഫുള്ള് തന്നേക്കുന്ന എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് ആണ് തന്നേക്കുന്നത്. ക്വസ്റ്റ്യൻ മനസ്സിലായോ? എന്താ ചെയ്തതെന്ന് മനസ്സിലായ? കറന്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. കറന്റ് കണ്ടുപിടിക്കാൻ I = V/R. അതിൽ നമ്മൾ V പൊട്ടൻഷ്യൽ നമ്മൾ എഴുതി 8 - 4 വോൾട്ട് എന്ന് എഴുതി. നമുക്ക് റെസിസ്റ്റർ കണ്ടുപിടിക്കണം. ഓക്കെ, റെസിസ്റ്റർ കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെ ഏതൊക്കെ റെസിസ്റ്റർ വന്നിട്ടുണ്ട്? എത്ര റെസിസ്റ്റർ നമുക്ക് ഉണ്ടെന്ന് നോക്കാം. നോക്കിക്കേ, എത്ര റെസിസ്റ്റർ വന്നിട്ടുണ്ട് നമുക്ക്? ഇവിടെ ഒരു റെസിസ്റ്റർ ഉണ്ട്, ഇവിടെ ഒരെണ്ണം ഉണ്ട്, ഇവിടെ ഒരെണ്ണം ഉണ്ട്, ഇവിടെ 2 എണ്ണം ഉണ്ട്. ഫസ്റ്റ് തന്നെ നോക്കിക്കേ, ഇവിടെ 2 എണ്ണം കിടക്കുന്നത് എങ്ങനെയാ കിടക്കുന്നത്? പാരലൽ ആയിട്ടാണ് കിടക്കുന്നത്. ബാക്കിയുള്ളതെല്ലാം നമുക്ക് ജസ്റ്റ് ആഡ് ചെയ്താൽ മതി. അപ്പൊ ഇവര് പാരലൽ കണക്ഷൻ ആണ്. അപ്പൊ ടോട്ടൽ ആഡ് ചെയ്യുക 0.5 + 1 + അതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 6 × 3 / 6 + 3 പിന്നെ എന്താ പ്ലസ് 4.5. ഓക്കെ, ഇതിനെ മാത്രം ശ്രദ്ധിച്ചാൽ മതി. എല്ലാ റെസിസ്റ്ററും കൂടി ആഡ് ചെയ്യുക. ഇവര് രണ്ടുപേരും പാരലൽ കണക്ഷനാ. എങ്ങനെയാ നമുക്ക് ഈ പാരലലും സീരീസും ഐഡന്റിഫൈ ചെയ്യണത്? എങ്ങനെ ഐഡന്റിഫൈ ചെയ്യും? സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ടാന്ന് നോക്കാം. അതായത് ഇവിടെ നിന്ന് ഒരു കറന്റ് ഫ്ലോ ചെയ്യുന്നത് ശ്രദ്ധിച്ചേ. ഇതാണ്. ഓക്കെ, ഇവിടെ നോക്കാം നമുക്ക്. ഇതാണ് നമ്മുടെ സെല്ല്. ഓക്കെ, ഈ സെല്ലിൽ നിന്ന് കറന്റ് ഫ്ലോ ചെയ്യണമെന്ന് വിചാരിക്കുന്നത്. ഇവിടെ ഫ്ലോ ചെയ്യുന്നു, ഇവിടെ എത്തി. ഇവിടെ വേറെ ജംഗ്ഷൻ ഒന്നും വന്നിട്ടില്ല. ഇവിടെ നിന്ന് തന്നെയുള്ള സെയിം കറന്റ് ആണ് ഇങ്ങോട്ടും പോകുന്നേക്കുന്നത്. അതായത് I എന്ന് പറയുന്ന കറന്റ് ആണ് ഈ സെല്ലിൽ നിന്ന് പോകുന്നതെന്ന് വിചാരിക്കുക. I എന്ന് പറയുന്ന കറന്റ് ഇവിടെ കൂടി വന്നു, ഇങ്ങോട്ട് വന്നു. ആ I കറന്റ് തന്നെ ഇങ്ങോട്ടും പോകുന്നു. ഓക്കെ, ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ നോക്കിക്കുക, I കറന്റ് സ്പ്ലിറ്റ് ആയി. ഇങ്ങോട്ട് വേറേത് പോകുന്നു, ഇങ്ങോട്ട്. അപ്പൊ I എന്ന് പറയുന്ന കറന്റ് ഇങ്ങോട്ട് I1 വന്ന്, ഇങ്ങോട്ട് I2 വന്ന്. സ്പ്ലിറ്റ് ആയില്ലേ? അപ്പൊ ഇവിടെ ഏത് കണക്ഷനാ വന്നേക്കുന്നത്? പാരലൽ കണക്ഷനാ വന്നേക്കുന്നത്. പിന്നെ നോക്കിക്കേ, ഇവിടെ നിന്ന് ചിലപ്പോൾ I2 ആയിരിക്കും ഇങ്ങോട്ട് പോകുന്നത്. അപ്പൊ അവിടെ സ്പ്ലിറ്റിംഗ് വന്നു. സ്പ്ലിറ്റിംഗ് വന്നിട്ടുണ്ടെങ്കിൽ കറന്റ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാതെ? നമ്മൾ പഠിച്ചല്ലേ, കോമ്പിനേഷൻ പഠിച്ചപ്പോ നമ്മൾ പഠിച്ചതാണ്. കറന്റ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ എന്താ? പാരലൽ കണക്ഷൻ ആണ്. അപ്പൊ തന്നെ നമ്മൾ പാരലൽ കണക്ഷൻ കണ്ടുപിടിക്കണം. ബാക്കി സീരീസ് ആണെങ്കിൽ എന്താ ചെയ്യാ?
ജസ്റ്റ് ആഡ് ചെയ്ത് വെച്ചാൽ മതി. പാരലൽ ആകുമ്പോൾ നമ്മൾ ഇക്വേഷൻ ചേഞ്ച് ചെയ്യുക. ഇത് ചെയ്ത് വരുമ്പോൾ 8 ohm എന്തോ കിട്ടും. ഓക്കെ, ഇനി എന്നിട്ട് എന്ത് ചെയ്യുക, ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. I is equal to V/R, V 4/8 ചെയ്യുക. അത് കിട്ടി. പിന്നെ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഓരോ അക്രോസ് റെസിസ്റ്ററിലുള്ളതും കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ചിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ഇവിടെ ഉള്ളത് 3 ohmലുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, അത് ഓരോന്നും ചെയ്യുക. 3 into 0.5 divided by 9. ഇത് കിട്ടിയില്ലേ, എങ്ങനെ കിട്ടിയെന്ന് ഇതൊന്ന് സോൾവ് ചെയ്ത് നോക്കുക. ഓക്കെ, ഞാൻ ആൻസർ ഡയറക്റ്റ് എഴുതി വെക്കണം, ടൈം ഇല്ലാത്തതുകൊണ്ട്. ഓക്കെ, ജസ്റ്റ് സോൾവ് ചെയ്ത് നോക്കുക. പിന്നെ ഓരോന്നിലുള്ളതും കണ്ടുപിടിക്കുക. ഇപ്പൊ നമുക്ക് 3 ohmലുള്ള റെസിസ്റ്ററും കണ്ടുപിടിക്കണം, 6 ohm ബാക്കിയുള്ളതും കണ്ടുപിടിക്കണം എന്ന് വിചാരിക്കുക. എല്ലാം കണ്ടുപിടിക്കണം. ഞാനിപ്പോ ഇത് രണ്ടും പറയണെന്ന് വിചാരിക്കുക. അപ്പൊ 3 ohmലുള്ളത് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, 3 into ഇവിടുത്തെ റെസിസ്റ്റർ ഏതാ, റെസിസ്റ്റർ അല്ല, കറന്റ് എത്രയാ കിട്ടിയിരിക്കുന്നത്, 0.5 ഡിവൈഡഡ് ബൈ 3 + 6. അത് രണ്ടിന്റെയും കൂടി കോമ്പിനേഷൻ എടുത്ത്. ഓക്കെ, അതുപോലെ 6 ohmന് കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ 6 into 0.5 ഡിവൈഡഡ് ബൈ 3 + 6. ഓക്കെ, ഫൈനൽ ആൻസർ ഒരെണ്ണത്തിന്റെ 0.33ഉം അതുപോലെ തന്നെ അടുത്തത് 0.16 ആണ് വരുന്നത്. ചെക്ക് ചെയ്ത് നോക്കുക. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഇത് കൂടെ പറഞ്ഞോട്ടെ, ശ്രദ്ധിക്ക്. സോൾവ് ചെയ്ത് അങ്ങനെ പോയേക്കണം. ഞാൻ ടൈപ്പ് മാത്രമാണ് പറഞ്ഞു പോകുന്നത്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ മനസ്സിലാക്കുന്ന രീതി, സൊല്യൂഷൻ നിങ്ങൾ കണ്ടുപിടിച്ചാൽ മതി. ഫൈനൽ ആൻസർ എങ്ങനെയാ വരുന്നത് നോക്കി ചെയ്താൽ മതി. പക്ഷെ തൽക്കാലം ഇപ്പൊ ഇത്രയും നോക്കുക, എങ്ങനെയാണ് ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചോ, സാറാ ശ്രദ്ധിച്ചേ, എല്ലാവരും ശ്രദ്ധിക്കേ. ആൻസർ നമുക്ക് നോക്കാം. ആൻസർ നിങ്ങൾ ബുക്കിൽ വീട്ടിൽ പോയിട്ട് ചെയ്ത് നോക്കിയാലും മതി. ഞാൻ ആ ക്വസ്റ്റ്യന്റെ രീതിയാ പറയണം. നോക്ക്, അടുത്ത ക്വസ്റ്റ്യൻ നോക്കി. ഇത് കണ്ടതേ, ഇതിലെന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്, കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ദ റെസിസ്റ്റൻസ് R in the circuit shown in the figure so that the current in the circuit is 0.2 ampere. What would be the potential difference between B and E? B യുടെയും E യുടെയും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കണം. അതുപോലെ കറന്റിന്റെ വാല്യൂ I is equal to 0.2 ampere എന്നും തന്നിട്ടുണ്ട്. ഫിഗർ കാണുമ്പോൾ തന്നെ ഭയങ്കര കൺഫ്യൂഷൻ തോന്നും. പക്ഷെ നോക്കിക്കേ, ഞാൻ പറയണ രീതിയിൽ ആലോചിച്ച് നോക്കുക. പറയുന്ന രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് നമ്മൾ പാരലൽ കണക്ഷൻ എത്ര എണ്ണം വരുന്നുണ്ട്, സീരീസ് കണക്ഷൻ എത്ര എണ്ണം വരുന്നുണ്ട്, അതാണ് നമ്മൾ ആദ്യം ഐഡന്റിഫൈ ചെയ്യേണ്ടത്. അപ്പൊ നോക്കിക്കേ, ഇവിടെ ഈ സർക്യൂട്ട് എടുക്കാനാണെങ്കിൽ ഇത് കണ്ട, ഇവര് മൂന്നുപേരും എങ്ങനെയാ ഇരിക്കുന്നതെന്ന് വിചാരിക്കുക. ഇവര് രണ്ടുപേരും ഇപ്പൊ ഇത് നോക്കിക്കേ, സിമ്പിൾ ആയിട്ടുള്ള നമുക്ക് ആദ്യം പറയാം. ഇവിടെ അവിടെ നിൽക്കട്ടെ, ഇതല്ലേ കുറച്ച് കോംപ്ലിക്കേഷൻ ആയിട്ട് തോന്നുന്നത്. ആ ഏരിയ നമുക്ക് നോക്കാം. ഇവിടെ അതായത് ഇവര് തമ്മിൽ സ്പ്ലിറ്റിംഗ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ, ഇല്ല. അതായത് ഇവിടെ കൂടി I എന്ന് പറയുന്ന കറന്റ് ആണ് ഫ്ലോ ചെയ്യണമെന്ന് വിചാരിക്കുക. I എന്ന് പറയുന്ന കറന്റ് ഇതേ ഫ്ലോ ചെയ്ത് ഇവിടെ എത്തി. ഇവിടെ നിന്ന് അങ്ങോട്ട് വല്ലതും പോയിട്ടുണ്ടോ, ഇല്ല. അപ്പൊ അവിടെ സ്പ്ലിറ്റ് ചെയ്തിട്ടില്ല. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കറക്റ്റ് ഇവിടെ എത്ര എമൗണ്ട് ഓഫ് കറന്റ് ആണോ ഉള്ളത്, ആ കറന്റ് തന്നെയാണ് എവിടെ എത്തിയേക്കണത്, ഇവിടെയും എത്തിയേക്കണത്. അപ്പൊ ഇവര് തമ്മിലുള്ള കണക്ഷൻ ഏതാ, സീരീസ് ആണോ പാരലൽ ആണോ, സീരീസ് ആണ്. സീരീസ് ആണെങ്കിൽ ആ രണ്ട് റെസിസ്റ്ററിന്റെയും കൂടി എഫക്റ്റീവ് റെസിസ്റ്റൻസ് എത്രയാ വരിക, അഭിനവ് ഒന്ന് പറഞ്ഞേടാ, 10. അപ്പൊ ഇത് രണ്ടും കൂടി എത്രയാന്ന് മനസ്സിലായി, 10. അപ്പൊ തന്നെ നമുക്ക് കണക്ഷൻ അവിടെ ചേഞ്ച് ചെയ്യാല്ല. അവര് തമ്മിൽ എങ്ങനെയാ ഇരിക്കുന്നത്, സീരീസ് ആയിട്ടാ ഇരിക്കുന്നത്. അപ്പൊ ഞാൻ ഇവര് സീരീസ് ആയതുകൊണ്ട് ഇവരെ മാറ്റി, ഇവര് രണ്ട് സീരീസ് ആയതുകൊണ്ട് ഇവര് തമ്മിൽ 10 ആണ് വന്നിരിക്കുന്നത് മനസ്സിലായി. ഞാൻ 10 ohm എന്ന് എഴുതി വെച്ചു റഫ് ആയിട്ട്. ഓക്കെ, ഇനി നോക്കിക്കേ, ഇനി നമ്മൾ ഇവരെ മൂന്നുപേരെ എടുക്കണം. ഇവരെ മൂന്നുപേരും എങ്ങനെയാ ഇരിക്കുന്നത്, അവര് മൂന്നുപേരും സീരീസ് ആണോ, അല്ല. അവര് മൂന്നുപേരും നോക്കിക്കേ, ഇവിടെ നിന്ന് ഇപ്പൊ ഈ സെല്ലിൽ നിന്ന് കറന്റ് വന്നതെന്ന് വിചാരിക്കുക. ഇവിടെ എത്തിയപ്പോ സ്പ്ലിറ്റ് ചെയ്ത്, പിന്നെ അതുപോലെ ഇവിടെ എത്തുമ്പോഴത്തേക്ക് ഈ കറന്റ്, അപ്പൊ ഈ സെല്ലിൽ നിന്ന് തന്നെ കറന്റ് ഇങ്ങനെ എത്തി. ഇതിപ്പോ വേറെ ഓർഡറിൽ വരച്ചേക്കണത് ഞാൻ. പക്ഷെ ഇവിടെ നിന്ന് ആലോചിക്കുക, ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചിന്തിക്കാം. ഇപ്പൊ ഇവിടെ നിന്ന് ഏതാ കറന്റാന്ന് വിചാരിക്കും, ഇവിടെ ആരോ കറക്റ്റാ. നോക്കിക്കേ, ഇങ്ങനെ വരുന്നു, ഇങ്ങനെ എത്തി ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോ നോക്കിക്കേ, I എന്ന് പറയുന്ന കറന്റ് ആണ് വരുന്നതെങ്കിൽ 2-3 സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അപ്പൊ അവിടെ എന്ത് കണക്ഷനാ വരുന്നത്, പാരലൽ. സ്ട്രെയിറ്റ് ആയിട്ട് ഇങ്ങനെ തന്നെ വന്നാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതായത് സ്പ്ലിറ്റ് ചെയ്യാതെ പോയാൽ മാത്രമേ നമുക്ക് സീരീസ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഇവിടെ മാർക്ക് പോണത് വേറെ ഒരു സ്ഥലത്തും അല്ല, നിങ്ങൾ എങ്ങനെ ഡയഗ്രാം റീഡ്രോ ചെയ്യുന്നു, അവിടെ നിന്ന് എങ്ങനെ ഫൈനൽ ആൻസറിലേക്ക് എത്തുന്നു. സർക്യൂട്ട് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർക്യൂട്ട് തന്നാലും നമ്മളൊന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ സോൾവ് ചെയ്യാൻ പറ്റും. 2-3 സർക്യൂട്ട് കൂടെ കാണിച്ചു തരാം. അപ്പൊ റെഡിയാവും. നോക്കിക്കേ, ഇത് ഞാൻ പറഞ്ഞു തരാം, നിങ്ങൾ ചെയ്തോളണം കേട്ടോ. നോക്ക്, അതപ്പോ പാരലൽ ആണെന്ന് മനസ്സിലായി. ഇനി അടുത്ത നോക്കിക്കേ, അതുപോലെ തന്നെ ഇവിടെ എങ്ങനെയാ വന്നിരിക്കുന്നത്, ഇതും എങ്ങനെ തന്നെയാ. അപ്പൊ ഇവര് മൂന്നുപേരും എങ്ങനെയാ ഇരിക്കുന്നത്, പാരലൽ ആയിട്ടാ ഇരിക്കുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഈ ഡയഗ്രാം ഒന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ റീഡ്രോ ചെയ്യണം. അപ്പൊ റീഡ്രോ ചെയ്യാന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ വരക്കാം. ഇതിന് റീഡ്രോ നമുക്ക് എത്ര പ്രാവശ്യം വേണമെങ്കിലും ചെയ്ത് കാണിക്കാം. നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഡ്രോ ചെയ്ത് വരാം. ഇപ്പൊ ഞാൻ വരച്ചിരുമ്പോ 3 പ്രാവശ്യം ഞാൻ വരക്കും. ഫസ്റ്റ് വൺ ഇവിടെ ഇപ്പൊ ഒരു ചേഞ്ച് വരുത്തി. ഓക്കെ, പിന്നെ ഇതിനപ്പൊ പാരലൽ ആയിട്ടിരിക്കണല്ലേ. വേണമെങ്കിൽ അടുത്ത സ്റ്റെപ്പ് നോക്കിക്കേ, ശ്രദ്ധിക്കുക, ഇവിടെ ശ്രദ്ധിക്കുക. ഇത് ചെയ്തില്ലെങ്കിൽ തെറ്റിപ്പോവും. ഇതിന് പാരലൽ കണക്ഷൻ അല്ലേ, ഇതിന്റെ 3ന്റെയും കൂടി എഫക്റ്റീവ് എടുത്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, 20 ആണ് ആൻസർ കിട്ടുന്നത്.
1/15 പ്ലസ് 1/30 പ്ലസ് 1/10 20 ഒന്നും അല്ല കിട്ടേണ്ടത്, അതിന് കുറവായിരിക്കും. 5 അല്ലേ? എനിക്ക് വെയിറ്റ്. എടാ ആ ഡയഗ്രാം മാറ്റി വരക്കണം, എങ്ങനെയാന്ന് നമുക്ക് നോക്കാം. വാ. ഞാൻ ഇങ്ങനെ മാറ്റി വരക്കാം, ശ്രദ്ധിച്ചേ. കണ്ടതേ, ഇതിനെ ഞാനിപ്പോ നേരത്തെ ഇരുന്ന രീതിയിൽ നിന്ന്, നേരത്തെ ഇരുന്ന എങ്ങനെയാന്ന് നിങ്ങൾക്ക് അറിയാലോ. നേരത്തെ ഇരുന്ന എങ്ങനെയാ, ഇവിടെ ഒരു റെസിസ്റ്റർ ഉണ്ടായിരുന്നു 5 ഓമിന്റെ, അതുപോലെ തന്നെ ഇവിടെ ഒരു റെസിസ്റ്റർ ഉണ്ടായിരുന്നു 5 ഓമിന്റെ. നോക്ക്, ഫസ്റ്റ് സ്റ്റെപ്പ് ഡയഗ്രാം ഐഡന്റിഫൈ ചെയ്യാ. ഇത് സീരീസ് ആയിരുന്നു, അതിനെ ഞാൻ എന്ത് ചെയ്ത് ഇതിന്റെ രണ്ടിന്റെയും കൂടി എഫക്റ്റീവ് എടുത്ത് ഒരെണ്ണം, ഈ 2 റെസിസ്റ്ററിന് പകരം ഞാൻ അവിടെ എത്ര റെസിസ്റ്റർ വെച്ച് ഒരു കണക്ഷൻ ആയിട്ട് ആലോചിക്കുക. നമ്മുടെ മുമ്പിൽ ഒരു കണക്ഷൻ ഉണ്ട്, ഇവര് രണ്ടുപേരും സീരീസ് ആയിരുന്നു. അപ്പൊ അവരുടെ തമ്മിൽ ആഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന എഫക്റ്റീവ് എത്ര? 10 കിട്ടും. അപ്പൊ ഈ 2 റെസിസ്റ്ററിന് പകരം അത് മാറ്റിയിട്ട് ഞാൻ എന്ത് ചെയ്തു, ഒരൊറ്റ റെസിസ്റ്റർ കൊണ്ടുവന്ന് വെച്ച്. മനസ്സിലായ? ഇതിനെ രണ്ടിനെ റീപ്ലേസ് ചെയ്തിട്ട് ഒരു റെസിസ്റ്റർ കൊണ്ടുവന്ന് ഇവിടെ വെച്ച്. ഓക്കെ, ഇനി നോക്കിക്കേ, ഇവര് 3 പേരും എന്തായിട്ടാ ഇരിക്കുന്നത്? പാരലൽ. അപ്പൊ ഇവരുടെ 3 പേരുടെ എഫക്റ്റീവിന് നമുക്കൊരു ഫോർമുല അറിയാം. ഇപ്പൊ ഇവിടെ യൂസ് ചെയ്തേക്കുന്ന എല്ലാം നമുക്ക് ഏതാ? സീരീസും പാരലലും വെച്ചിട്ടുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ഇവരുടെ 3 പേരുടെയും കൂടി എഫക്റ്റീവ് എടുക്കാൻ വേണ്ടി എന്ത് ചെയ്യാ? 1/r ഈക്വൽ ടു 1/r1 പ്ലസ് 1/r2 പ്ലസ് 1/r3. 1/r ഈക്വൽ ടു 1/15 പ്ലസ് 1/30 പ്ലസ് 1/10. ഫൈവ് അല്ലേടാ? 5 അല്ലേ കിട്ടണം സോൾവ് ചെയ്യുമ്പോ, അല്ലേ? ഓക്കെ, അപ്പൊ ഇതിനെ 3നെയും കൂടി നമുക്ക് റീപ്ലേസ് ചെയ്ത് എന്താക്കാം അവിടെ? ഇതൊക്കെ ചെയ്ത് നോക്കണം കേട്ടോ, ഞാൻ സ്പീഡ് ചെയ്ത് പോകണമെന്നേ ഉള്ളൂ. ജസ്റ്റ് സോൾവ് ചെയ്താൽ മതി. സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ഇതിനെ 3നെ മാറ്റിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അവിടെ 5 കൊണ്ടുവന്ന് വെക്കാം. അപ്പൊ അടുത്തത് പിന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പിൽ വേണമെങ്കിൽ വേറെ ഡയഗ്രാം കാണിക്കാം. വേറെ ഡയഗ്രാം കാണിച്ചു വരക്കാം. ഇത് 3 മാർക്ക് ഓർ 4 മാർക്കിനൊക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട് സബ് ക്വസ്റ്റ്യൻ ആയിട്ട്. അപ്പൊ ജസ്റ്റ് നോക്കി നോക്കി ചെയ്യാം. ഓക്കെ, ഇവിടെ ഇതിന് പകരം ഏതുകൊണ്ടെന്ന് വെച്ച് നമ്മളപ്പോ ഏതാ വെച്ചേക്കണത്? 5. ഇനി ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചേ. അപ്പൊ നമ്മളൊരു സിമ്പിൾസ്, അതായത് നമ്മൾ എത്ര വലിയ സർക്യൂട്ട് തന്നാലും നമ്മൾ അതിനെ എന്താക്കുക? കോംപ്ലക്സിറ്റി എല്ലാം കളഞ്ഞ് നമ്മളൊരു സിമ്പിൾ ഫോമിലേക്ക് കൊണ്ടുവന്ന് എത്തിക്കുക. സർക്യൂട്ട് ഏറ്റവും സിമ്പിൾ ആക്കി വെക്കുക. എന്നിട്ട് ഇനി ക്വസ്റ്റ്യൻ വായിച്ച് ഇനി എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്? അതില് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ബി ആൻഡ് ഇ. ബിന്റെയും ഇന്റെയും ഇടയിലുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആയിരുന്നു നമുക്ക് വേണ്ടത്, ബിഇ. അപ്പൊ നമ്മുടെ പഴയ ഫസ്റ്റ് സർക്യൂട്ട് നോക്കിക്കേ, ബി എന്ന് പറയുന്നത് ഇതല്ലേ? അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന റെസിസ്റ്റർ ഇതിനെല്ലാം റീപ്ലേസ് ചെയ്ത് നോക്കിക്കേ, എത്ര റെസിസ്റ്റർ ഉണ്ടായിരുന്നു ഈ സർക്യൂട്ടില്? എല്ലാത്തിനെയും സിംപ്ലിഫൈ ചെയ്ത് നമ്മൾ ഒരൊറ്റ റെസിസ്റ്റർ ആക്കി കൊണ്ടുവന്ന് നിർത്തി. ഓക്കെ, ഇവിടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ്. അപ്പൊ ഇതിന് പകരം ഇപ്പോ ഇവിടെ ഈ ഒരു ബി എന്ന് പറയുമ്പോഴത്തേക്കും ബിയുടെ ഇവിടെയുള്ള പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഇതിന്റെ എല്ലാത്തിനെയും വാലുവേറ്റ് ചെയ്താലേ നമുക്ക് പറ്റുള്ളൂ. അപ്പൊ അതിനെല്ലാത്തിനെയും റീപ്ലേസ് ചെയ്തിട്ടാണ് ഇവിടെ ഒരൊറ്റ റെസിസ്റ്റർ വന്നേക്കുന്നത്. അപ്പൊ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ ഏതാ യൂസ് ചെയ്യുക? ഒന്നും നോക്കണ്ട, ഇവിടെ എന്തൊക്കെ തന്നിട്ടുണ്ട്? ഈ സർക്യൂട്ടിൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് എന്തൊക്കെയാ തന്നിരിക്കുന്നത്? വേറെ എക്സ്ട്രാ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞേക്കുന്നത്? ക്വസ്റ്റ്യൻ വായിച്ചേടാ, ഞാൻ വായിച്ചു കളഞ്ഞത്. പൊട്ടൻഷ്യൽ കറന്റ് നമുക്ക് തന്നിട്ടുണ്ട്. കറന്റ് എത്രയാണെന്ന് തന്നേക്കുന്നത്? 0.2 ആണ് തന്നിട്ടുണ്ട്. അപ്പൊ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ ഇക്വേഷൻ യൂസ് ചെയ്താൽ മതിയില്ലേ? ഓംസ് ലോയുടെ ഇക്വേഷൻ തന്നെ, V is equal to IR. V എന്ന് പറഞ്ഞാൽ എന്താ? V എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ബിറ്റ്വീൻ ബി ആൻഡ് ഇ. നിങ്ങൾ ചെയ്തു വെക്കുന്ന തെറ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബി ആൻഡ് ഇ എന്ന് പറയുമ്പോൾ ഡയറക്റ്റ് 15 ഓം എടുത്തങ്ങ് എഴുതും. പക്ഷെ അത് എഴുതുന്ന തെറ്റല്ലേ? അതിന് നമ്മൾ എന്ത് ചെയ്യുക? അത് കോംപ്ലക്സ് സർക്യൂട്ട് ആണ്. അതിന് നമ്മൾ സിമ്പിൾ ഫോമിലേക്ക് എത്തിച്ച് 5 ഓം എത്തി. അവിടെ എന്ത് ചെയ്യുക? V is equal to ഐയുടെ വാല്യൂ എന്താ? 5 into 0.2 into 5. അപ്പൊ എത്ര കിട്ടി? അതാണ് ആൻസർ. ഓക്കെ, മനസ്സിലായല്ലോ? അടുത്തൊരു ടൈപ്പ് കൂടെ ചെയ്യാം നമുക്ക്. ഇത് വേഗം ഒന്ന് റഫായിട്ട് എഴുതി വെച്ചേ. അതായത് ഇല്ലേ, എങ്ങനെ സർക്യൂട്ട് എങ്ങനെ വരക്കാന്ന് ഒരു ഐഡിയ കിട്ടണം. വേഗം സർക്യൂട്ട് ഒന്ന് എടുത്ത് റഫായിട്ട് വരച്ചേ.
ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൊടുത്താട്ടെ, ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്ത് കാണിക്കും ഇത് വെച്ച്. ഒരു ക്വസ്റ്റ്യൻ ഞാൻ 2-3 ക്വസ്റ്റ്യൻ വേണമെങ്കിൽ അതും തരാം. ഒരു ഓംസ് ലോ അല്ല, ഒരു കിർച്ചോഫ് റൂളും കൂടി ചെയ്യിപ്പിച്ചിട്ട് ഞാൻ വിടുള്ളൂ. അതുകൂടെ ഒന്ന് ക്ലിയർ ആവണം. അല്ല, ഇതിപ്പോ കിട്ടിയാന്ന് എല്ലാവർക്കും കിട്ടിയാന്ന് അറിയട്ടെ. ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് ഇതൊന്ന് വേഗം റഫായിട്ട് എഴുതി എടുത്തിട്ട് എന്റെ അടുത്ത ക്വസ്റ്റ്യൻ തരാം. അതുകൂടെ ഒന്ന് ചെയ്ത് കാണിക്കും. ടൈം ഉണ്ടല്ലോ. വേഗം എഴുതേ. വേഗം എഴുതടാ. Two cells of EMF. 2-3 ക്വസ്റ്റ്യൻ കൂടെ ചെയ്തിട്ട് പോവാട്ടാ. 2 cells of EMF 1.5. ഇതൊരു ഐഡിയ കിട്ടിയാ. ഞാൻ അടുത്ത ക്ലാസ്സിൽ ബുക്ക് നോക്കുമ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കണം. ഡയഗ്രാം ആയിരിക്കണം ചെയ്യേണ്ടത് ഫുള്ള്. പിന്നെ അതുപോലെ ഞാൻ ചാപ്റ്റർ എടുത്തപ്പോഴത്തേക്ക് ഇങ്ങനത്തെ കുറെ ഡയഗ്രാം വരച്ച് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അത്യാവശ്യം ലാസ്റ്റ് ക്ലാസ്സിൽ ആ ചാപ്റ്റർ എടുത്തപ്പോഴത്തേക്ക് ലാസ്റ്റ് സെഷനിൽ കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ചെയ്യിപ്പിച്ചിട്ടുണ്ട്. SLR ക്വസ്റ്റ്യൻ ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതൊക്കെ നോട്ട് എടുത്ത് നോക്കുക. ആ ക്വസ്റ്റ്യൻസ് ചെയ്താലും പ്രശ്നമില്ല. സിമ്പിൾ ആയിട്ട് ചെയ്യരുത്. ക്വസ്റ്റ്യന്റെ നമ്പർ കൂട്ടാൻ വേണ്ടി ചെയ്യരുത്. മാക്സിമം ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ്, അതായത് നമ്മളിപ്പോ ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തേക്കും കണ്ടത് ഇത് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിക്കില്ല. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വേണം അറ്റൻഡ് ചെയ്ത് നോക്കാൻ. ഓക്കെ അല്ല, അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത് നോക്കുന്നെങ്കിൽ എക്സാമിന് അതൊരു പ്രാക്ടീസ് ആവും. എഴുതിക്കോ. 2 cells of EMF 1.5 volt and 2 volt. 2 cells of EMF 1.5 volt and 2 volt having internal resistance 0.2 ohm and 0.3 ohm respectively. 2 cells of EMF 2 mark question ആണ്. പെട്ടെന്ന് ചെയ്യണം ട്ടോ കഴിയുമ്പോൾ തന്നെ. 2 cells of EMF 1.5 volt and 2 volt having internal resistance 0.2 ohm and 0.3 ohm respectively are connected in parallel. Calculate the internal resistance of the equivalent cell.
വിവേക് ഇതൊന്ന് ബോർഡിൽ ചെയ്യണം കേട്ടോ ഒന്ന് കഴിയുമ്പോൾ. ഫിഗർ ഒന്നും ഇല്ല, ജസ്റ്റ് ഞാൻ ഡയറക്റ്റ് എല്ലാം തന്നിട്ടുണ്ട്, ക്വാണ്ടിറ്റീസ് എല്ലാം തന്നിട്ടുണ്ട്. അധികം ടൈം എടുക്കാതെ പെട്ടെന്ന് ചെയ്യാം. ഇന്റേണൽ റെസിസ്റ്റൻസ് 0.2 ohm and 0.3 ohm. Calculate the EMF and the internal resistance of the equivalent cell. ടോട്ടൽ EMF കണ്ടുപിടിക്കുക, ടോട്ടൽ ഇന്റേണൽ റെസിസ്റ്റൻസും കണ്ടുപിടിക്കുക. ആർ കണക്റ്റഡ് ഇൻ പാരലൽ. അതായത് ഒരു പാരലൽ കണക്ഷൻ തന്നിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ഡെറിവേഷൻ ചെയ്ത് പഠിച്ചതല്ലേ. പാരലൽ കണക്ഷൻ തന്നിട്ടുണ്ട്. പാരലൽ കണക്ഷന്റെ എഫക്റ്റീവ് ആയിട്ടുള്ള EMF കണ്ടുപിടിക്കണം, അതുപോലെ എഫക്റ്റീവ് ഇന്റേണൽ റെസിസ്റ്റൻസും കണ്ടുപിടിക്കണം. ഡയറക്റ്റ് എല്ലാം പഠിച്ചതാണ്, പെട്ടെന്ന് ചെയ്തത്. ബോർഡ് എക്സാമിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, 2 മാർക്കിന്. കിട്ടിയാടാ കഴിഞ്ഞ? ഒരു സെല്ല് പാരലായിട്ട് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഡെറിവേഷൻ എന്താ വരിക? ഒരു സെല്ല് പാരലൽ കണക്ഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പാരലൽ കണക്ഷൻ എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. റെസിസ്റ്റർ അല്ല, റെസിസ്റ്ററിന്റെ കോമ്പിനേഷന്റെ ഇക്വേഷൻ നീ എഴുതി വെച്ചേക്കാം. നമുക്ക് എന്താ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്? കാൽക്കുലേറ്റ് ടോട്ടൽ EMF കണ്ടുപിടിക്കണം, റെസിസ്റ്റൻസും കണ്ടുപിടിക്കണം. അപ്പൊ ഇങ്ങനത്തെ ഒരു ഡെറിവേഷൻ ബുക്കിലുണ്ട്, നോക്കണം കേട്ടോ. അപ്പൊ EMF കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? E1R2 പ്ലസ് E2R1 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. അതുപോലെ തന്നെ പിന്നെയുള്ളത് R ഇക്വലന്റ്, ഇന്റേണൽ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടി R1 ഇൻറ്റു R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2 എല്ലാം തന്നിട്ടുണ്ട്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കണ്ടുപിടിച്ചു. 1.7 0.12 രണ്ടും കണ്ടുപിടിക്കാം. കിട്ടിയാ? കിട്ടിയാടാ? കിട്ടിയ ഇക്വേഷൻ മനസ്സിലായോ? ഏതാ ചെയ്യണ്ട? ഇത് കണ്ടത് നോക്ക്. 2 cells of EMF 1.5. കണീഷൻ നോക്കിക്കാവാ.
ടു സെൽസ് ഓഫ് EMF 1.5 വോൾട്ട് ആൻഡ് 2 വോൾട്ട് ഹാവിംഗ് ഇന്റേണൽ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. 2 EMF തന്നിട്ടുണ്ട്, 2 ഇന്റേണൽ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്, 2 എണ്ണം തന്നിട്ടുണ്ട്. പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് ആർ കണക്റ്റഡ് ഇൻ പാരലൽ. പാരലൽ ആണെന്നാ പറഞ്ഞേക്കുന്നത്. അപ്പൊ പാരലൽ ആയിട്ട് ഇരിക്കാന്ന് പറയുമ്പോൾ കണക്ഷൻ ഒന്ന് ആലോചിച്ച് നോക്കുക, എങ്ങനെ ഇരിക്കാം. ഇങ്ങനെയായിരിക്കും ഇരിക്കുക പാരലൽ. മനസ്സിലായോ? ഇവിടെ നമുക്ക് പൊട്ടൻഷ്യലും EMF തമ്മിലുള്ള റിലേഷൻ ആണ് ഈ എഴുതി വെച്ചേക്കണത്. ഇവിടെ നമുക്ക് അതല്ല നമുക്ക് വേണ്ട, രണ്ടും തന്നിട്ടുണ്ട്, രണ്ടിന്റെയും കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ ആ കണക്ഷൻ ആലോചിച്ച് നോക്കുക, ഇങ്ങനെയായിരിക്കുക പാരലൽ ആയിട്ട് ഇരിക്കുക എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഇതിന് EMF വന്നിട്ടുണ്ട് E1, E2, E3. അതുപോലെ ഇതിന് ഓരോന്നിനും ഇന്റേണൽ റെസിസ്റ്റൻസ് ഉണ്ട് R1, R2. രണ്ടെണ്ണമല്ലേ ഉള്ളൂ, സോറി. E1, E2, R1, R2. ഇങ്ങനെയാണ് കണക്ഷൻ. അപ്പൊ ഇതിന്റെ EMF കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? EMF ഈക്വൽ ടു E1 R2 പ്ലസ് E2 R1 ഡിവൈഡ് ബൈ R1 പ്ലസ് R2. ഇനി R ഇക്വലന്റ് കാണാനുള്ള ഇക്വേഷൻ പറഞ്ഞേ. R1 into R2 ഡിവൈഡഡ് ബൈ R1 പ്ലസ് R2. കണ്ട, ഇത് വെച്ചിട്ട് വേണം സോൾവ് ചെയ്യാൻ. കിട്ടിയല്ലോ? ഞാൻ കണ്ടുപിടിക്കേ. ഒരു ക്വസ്റ്റ്യൻ കൂടെ എഴുതിക്കോ, ഒരു ക്വസ്റ്റ്യൻ കൂടെ കേട്ടോ. അതുകൂടെ സോൾവ് ചെയ്താലേ ഞാൻ വിടുള്ളേ. ഒരു കാര്യം ചെയ്യാം, മൂവിങ് ചാർജിന്റെ പ്രോബ്ലം നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചെയ്യാം. ഈ ഏരിയ എല്ലാം നോക്കിയിട്ട് എനിക്ക് എല്ലാ ക്വസ്റ്റ്യനും ചെയ്യിപ്പിക്കാൻ നമുക്ക് ടൈം ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാ ചെയ്യേണ്ടതെന്ന് പറഞ്ഞുതരാം. ഇപ്പൊ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടല്ലോ എങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വേണം സോൾവ് ചെയ്യാൻ. ചെറിയ ഡയറക്റ്റ് ഉള്ള ക്വസ്റ്റ്യൻ നോക്കരുത് കൂടുതലും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് ഒരു ബോർഡ് എക്സാമിന് ചോദിച്ചതാണ് ഈ ക്വസ്റ്റ്യൻ. പിന്നെ ഉള്ളതെല്ലാം ഇങ്ങനത്തെ സർക്യൂട്ട് വരച്ചിട്ടുണ്ടാവണം, ബുക്കിൽ സർക്യൂട്ട് ഉണ്ടാവണം. അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞാൽ എഴുതിക്കോ. ലൂപ്പ് റൂൾ കൂടി ഞാൻ പറഞ്ഞുതരാം. ലൂപ്പ് റൂൾ കിട്ടാത്ത ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് പറയാം. ലൂപ്പ് റൂളിന്റെ കൂടി നമുക്ക് പറഞ്ഞാൽ സോൾവ് ചെയ്ത് കാണിച്ചു തരാം. ബാക്കിയുള്ളത് അതേ ലെവലിലുള്ളത് ചെയ്തിട്ട് വന്നു കേട്ടോ. കിട്ടുന്നവര് വേഗം ചെയ്തോ, അല്ലാത്തവര് കിട്ടുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. In the electric network shown in the figure, use Kirchhoff's rule. In the electric network shown in the figure, use Kirchhoff's rule to calculate the power consumed by the resistance in the electric network shown in the figure. Use Kirchhoff's rule to calculate the power consumed by the resistance R equal to 4 ohm. Power consumed by the resistance R equal to 4 ohm. വരച്ചോട്ടാ. R എന്ന് ഞാൻ പറഞ്ഞില്ലേ ക്വസ്റ്റ്യൻ, കാൽക്കുലേറ്റ് റെസിസ്റ്റൻസ്. R എന്ന് ഉദ്ദേശിച്ച ക്യാപിറ്റൽ ലെറ്റർ R ആണ് കേട്ടോ. എക്സ്റ്റേണൽ റെസിസ്റ്റൻസിന്റെ അക്രോസ് ഉള്ള പവർ കണ്ടുപിടിക്കാനാണ്. 4 ohm എന്ന് പറഞ്ഞായിരുന്ന, അപ്പൊ കുഴപ്പമില്ല. ഇവിടെ ഉള്ള രീതിയിലല്ല ഞാൻ ക്വസ്റ്റ്യൻ പറഞ്ഞത്, അതുകൊണ്ടാ പറഞ്ഞത്. വേഗം കണ്ടുപിടിച്ചോ. കണ്ടുപിടിച്ചിട്ട് കഴിഞ്ഞെങ്കിൽ ഓക്കെ ആണെങ്കിൽ ഞാൻ വിടാം. അല്ലാത്തവര് കിട്ടാത്തവര് ഇത് നോക്കി പകർത്തി വെക്കണ്ട. ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞുതരാം എങ്ങനെയാ ചെയ്യേണ്ടത്. അല്ല, എക്സ്റ്റേണൽ ആയിട്ട് തന്നെ എടുത്താൽ മതി. അതാവും നടക്കും.
ഈ ലൂപ്പ് റൂൾ ഒട്ടും അറിയില്ല എന്നുള്ള ആരൊക്കെയുണ്ട്? എനിക്ക് ഒട്ടും ചെയ്യാൻ അറിയില്ല, ലൂപ്പ് റൂൾ സോൾവ് ചെയ്യാൻ അറിയില്ല, ഡെഫിനിഷൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ, ലൂപ്പ് റൂൾ ഒട്ടും അറിയില്ല. പറഞ്ഞേ, ഉണ്ടെങ്കിൽ പറയും. അറിയില്ല. വേറെ അഭിനവിന് അറിയാടോ ലൂപ്പ് റൂൾ സോൾവ് ചെയ്യാൻ? അറിയാം. ലക്ഷ്മിക്ക് അറിയോ? കുഴപ്പമില്ലല്ലോ. പറഞ്ഞുതരാം കേട്ടോ. ബാക്കി കിട്ടാത്തവരൊന്ന് ഫ്രണ്ടിലേക്ക് വാ, വേഗം വാ. ബാക്കിയുള്ളവർ ചെയ്ത് നോക്ക്, വാ. ലക്ഷ്മി വേണമെങ്കിൽ പോര്, ഒന്നുകൂടെ നോക്കാം. ഇതാണെന്ന് വെച്ചാൽ ബാക്കി കിട്ടുന്നവര് ചെയ്തോ, അല്ലാത്തവര് ശ്രദ്ധിച്ചോ. ഓക്കെ, മിസ്റ്റേക്ക് ഉണ്ടോ? മിസ്സിംഗ് ഇല്ലല്ലോ, തന്നിട്ടുണ്ടല്ലോ. എല്ലാം ഉണ്ടല്ലോ അവിടെ. ഞാൻ സോൾവ് ചെയ്തു കേട്ടോ, മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പറയാം. ചെയ്തു. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ എന്താ കണ്ടുപിടിക്കേണ്ടത്? ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞേക്കുന്നത്? In the electric network shown in the figure, use Kirchhoff's rule to calculate the power consumed by the resistance R equal to 4 ohm. ഈ റെസിസ്റ്റൻസ് R equal to 4 ohമിലുള്ള പവർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പവർ അവിടെ നിൽക്കട്ടെ. പവർ കണ്ടുപിടിക്കാൻ വേണ്ടി പവറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ ഏതാണെന്നറിയോ? പവറിനെയും ഇപ്പൊ ഈ പവറിന് കുറെ ഇക്വേഷൻ ഉണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് എല്ലാം കൂടെ കൊണ്ടുവന്ന് ഇപ്പൊ വർക്ക് ബൈ ടൈം അതൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും? ഇല്ല. അപ്പൊ നമുക്ക് ഏറ്റവും കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് ഇപ്പൊ പവർ P is equal to I²R, ഇങ്ങനത്തെ ഒരു ഇക്വേഷൻ ഉണ്ട് അല്ലെ? ഇത് വെച്ച് നമുക്കിപ്പോ സോൾവ് ചെയ്യാന്നിരിക്കട്ടെ. ഇതിൽ സോൾവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആർ എത്രയാന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഏത് റെസിസ്റ്റൻസിന് അക്രോസ് ഉള്ളതാ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കണേ? 4 ohm. അപ്പൊ ആറിന്റെ വാല്യൂ നമുക്കറിയാം. ഐയുടെ വാല്യൂ അറിയോ? ഇല്ല. അപ്പൊ നമുക്ക് ഇവിടെ ഈ സർക്യൂട്ടിൽ നിന്ന് നമുക്കപ്പോ എന്താ കണ്ടുപിടിക്കേണ്ടത്? ഐയുടെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ വരും. ഇവിടെ ഞാൻ ഓംസ് ലോ യൂസ് ചെയ്യണോ, ഏത് ലോ യൂസ് ചെയ്യണോ എന്നൊക്കെ കൺഫ്യൂഷൻ വരും. ഓംസ് ലോ യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് കറന്റിന്റെ വാല്യൂ ഒന്നും ഇവിടെ തന്നിട്ടില്ല. കറന്റ് ഫുള്ള് സ്പ്ലിറ്റ് ചെയ്ത് കിടക്കണേ. കറന്റിന്റെ വാല്യൂ എന്തെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോ ഡയറക്റ്റ് ഓംസ് ലോ ഒക്കെ യൂസ് ചെയ്യാം. പക്ഷെ പറ്റത്തില്ല. അത് പറ്റാൻ വേണ്ടി കറന്റിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി I is equal to V/R എടുക്കണമെന്ന് വിചാരിക്കും. എന്നാലും ഇതേ കിടക്കുന്ന EMF കണ്ട പല സ്ഥലത്തായിട്ടാണ് കിടക്കുന്നത്. നമുക്കിപ്പോ അടുത്തടുത്തൊക്കെ ആണെങ്കിൽ നമുക്കിപ്പോ ഡിഫറൻസ് 12 - 6 എന്ന് പറഞ്ഞ് എടുക്കാം. ഇത് രണ്ട് എക്സ്ട്രീം ആയിട്ടാണ് കിടക്കുന്നത്. അപ്പൊ അത് നമുക്ക് പറ്റത്തില്ല. അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക? ലൂപ്പ് റൂള് നോക്കുക. ലൂപ്പ് റൂൾ എന്ന് പറയുമ്പോൾ ലൂപ്പ് റൂൾ എന്താ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്? അതറിയോ? ലൂപ്പ് റൂളിനെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജംഗ്ഷൻ റൂൾ, കിർച്ചോഫ്സ് 2 റൂൾ ഉണ്ട്. ജംഗ്ഷൻ റൂളും ഉണ്ട്, ലൂപ്പ് റൂളും ഉണ്ട്. ജംഗ്ഷൻ റൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതാ. ലൂപ്പ് റൂൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ഇപ്പൊ സ്കൂളിൽ പഠിപ്പിച്ചേക്കുന്ന വേറെ രീതി ആയിരിക്കാം, ഞാനിപ്പോ വേറൊരു രീതിയാണ് പഠിപ്പിക്കണത്. ഏത് രീതിയിൽ ചെയ്താലും നമുക്ക് ആൻസർ കിട്ടിയാൽ മതി. അപ്പൊ ലൂപ്പ് റൂൾ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് ഏതെങ്കിലും ഒരു ലൂപ്പ് കൺസിഡർ, ലൂപ്പ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ആണ് ഒരു ലൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്യണമെന്ന് വിചാരിക്കാം. ആ ലൂപ്പിന്റെ ഉള്ളിലുള്ള സം ഓഫ് ദ കറന്റ് ആൻഡ് റെസിസ്റ്റൻസ്, എത്ര കറന്റ് ഉണ്ടോ എത്ര റെസിസ്റ്റൻസ് ഉണ്ടോ അതിന്റെ എല്ലാത്തിന്റെയും കൂടെ സം ദാറ്റ്സ് ഈക്വൽ ടു EMF ഓഫ് ദ ലൂപ്പ്. അതാണ് നമ്മൾ പഠിച്ചേക്കുന്നത്. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഇവിടെ കുറെ കറന്റും ഉണ്ടാവും റെസിസ്റ്റൻസും ഉണ്ടാവും. ഇപ്പൊ ഇക്വേഷൻ പറഞ്ഞു വരികയാണെങ്കിൽ ടോട്ടൽ EMF ഓഫ് എ ലൂപ്പ് ഈക്വൽ ടു സം ഓഫ് കറന്റ് I1 R1 പ്ലസ് I2 R2 അങ്ങനെയൊക്കെ നമുക്ക് എഴുതി വെക്കാം. സം ഓഫ് ദ കറന്റ് റെസിസ്റ്റൻസ് ഈക്വൽ ടു EMF, അതാണ് നമ്മൾ പഠിച്ചേക്കണം. അപ്പൊ നമുക്കിപ്പോ ഏതെങ്കിലും ഒരു ലൂപ്പ് എടുക്കാം. ഫസ്റ്റ് ലൂപ്പ് ഞാനിപ്പോ എടുക്കാൻ പോകുന്ന ഇഷ്ടമുള്ള ലൂപ്പ് എടുക്കാം, ഇഷ്ടമുള്ള രീതിയിൽ സോൾവ് ചെയ്യാം. ഞാനിപ്പോ പറയാൻ പോണ രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സർക്യൂട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സെല്ലിന്റെ പോസിറ്റീവിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. ഒരു സെല്ലിന്റെ പോസിറ്റീവ് ഇതല്ലേ? ഇപ്പൊ ഇവിടെ നിന്ന് കറന്റ് വരികയെന്ന് വിചാരിക്കും. ഇവിടെ നിന്ന് കറന്റ് വന്നത് ഈ ലൂപ്പ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ തിരിച്ചെത്തി. നോക്കിക്കേ, ഇവിടെ നിന്ന് വരുന്നു കേട്ടോ. ഇവിടെ നിന്ന് വന്ന് ഇങ്ങനെ വന്ന് ഇവിടെ തിരിച്ചെത്തി. അതാണ് ഒരു ലൂപ്പ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നോക്കിക്കോട്ടാ. ഇവിടെ നിന്ന് നമുക്ക് എന്താ വേണ്ടത്? ലൂപ്പ് റൂളിന്റെ ഡെഫിനിഷൻ എന്താ? ഡെഫിനിഷൻ അല്ല, ഇക്വേഷൻ എന്താ പറയാ? സം ഓഫ് ദ കറന്റ് ആൻഡ് റെസിസ്റ്റൻസ് ഇൻ എ സർക്യൂട്ട് ഈക്വൽ ടു ടോട്ടൽ EMF ഓഫ് ദ സർക്യൂട്ട്. അപ്പൊ ഇത് ഇവിടെ നിന്ന് തുടങ്ങണേ. ഇവിടെ നിന്ന് തുടങ്ങി വരുമ്പോഴത്തേക്ക് ഇവിടെ വരുന്ന ഫസ്റ്റ് വരുന്ന റെസിസ്റ്റൻസ് ഏതാ? 4 ohm അല്ലെ? 4 ohമിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റ് ഏതാ? I1 + I2. അപ്പൊ നമുക്ക് ആദ്യത്തെ കാര്യം എഴുതി വെക്കാം, 4 × I1 + I2. ഓക്കെ, ഇനി ഞാൻ നോക്കിക്കേ, ഞാൻ ഈ പെൻ ഓടിക്കുന്ന അതേ ഡയറക്ഷനിലാണ് എന്റെ ആരോ മാർക്ക് എല്ലാം വരുന്നതെങ്കിൽ നമുക്ക് പോസിറ്റീവ് ആയിട്ട് എടുക്കാം. പക്ഷെ ഞാൻ ഈ പെൻ ഓടിക്കുന്നതിന് ഓപ്പോസിറ്റ് ആയിട്ട് ഇപ്പൊ ഞാൻ നോക്കിക്കേ, ഞാൻ ഇവിടെ നിന്ന് പെൻ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തത് എന്റെ ആരോ മാർക്ക് എന്റെ പെന്നിന്റെ അതേ ഡയറക്ഷനിൽ, നമ്മുടെ ലൂപ്പ് ഏത് ഡയറക്ഷനിലാണ് അതേ ഡയറക്ഷനിലാണ് എന്റെ ആരോ മാർക്ക് എല്ലാം കിടക്കുന്നത്. അതുകൊണ്ട് പോസിറ്റീവ് ആയിട്ട് എടുക്കാം. ഇൻ കേസ് നമ്മളിപ്പോ ഈ ആരോ മാർക്ക് ഇങ്ങനെയാണ് കിടക്കുന്നതെന്ന് വിചാരിക്കും, ഇങ്ങനെയല്ല തിരിച്ചാണ് കിടക്കുന്നതെന്ന് വിചാരിക്കും. അപ്പൊ നോക്കിക്കേ, നമ്മുടെ ലൂപ്പ് എവിടെ നിന്ന് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ നിന്ന് എൻഡ് ചെയ്യണം അല്ലെ? പക്ഷെ ഇത് നോക്കിക്കേ, ആരോ മാർക്ക് കിടക്കുന്ന ഡയറക്ഷൻ എന്താ? നേരെ ഓപ്പോസിറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ നമ്മൾ നെഗറ്റീവ് കൊടുക്കുക. അത്രയും ആലോചിച്ചാൽ മതി. ഇപ്പൊ എന്റെ രീതിക്ക് പറയാനാണെങ്കിൽ എല്ലാം പോസിറ്റീവ് ആയിട്ടാണ് വന്നേക്കുന്നത്, കണ്ടോ? അപ്പൊ നമ്മൾ അത് എഴുതി, ഫസ്റ്റ് റെസിസ്റ്റൻസ് എഴുതി, അതിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റ് എത്തി. അപ്പൊ ഇവിടെ വരെ എത്തി. പിന്നെ ഇത് ഇവിടെ ഇങ്ങനെ വന്ന് അടുത്ത റെസിസ്റ്റൻസ് ഏതാ? 2 ohm. 2 ohമിൽ കൂടെ ഫ്ലോ ചെയ്യുന്ന കറന്റ് ഏതാ? നോക്കിക്കേ,
I1 പ്ലസ് 2I1 ഈക്വൽ ടു ആ ലൂപ്പിലുള്ള സം ഓഫ് ദ EMF എത്ര 12 മാത്രമല്ലേ അപ്പൊ 12 എഴുതി. ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 1. ഇതിനെ നമുക്കൊന്ന് സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 4I1 പ്ലസ് 4I2 പ്ലസ് 2I1 ഈക്വൽ ടു 12. ഓക്കെ അല്ലേ? 4I1 പ്ലസ് 2I1 അപ്പൊ എത്രയായി 6I1 പ്ലസ് 4I2 ഈക്വൽ ടു 12. ഓക്കെ, അത് കിട്ടി. ഇനി അടുത്ത ലൂപ്പ്, ഒരു ലൂപ്പും കൂടെ എടുക്കാം. അപ്പൊ ഈ ലൂപ്പ് സോൾവ് ചെയ്തപ്പോഴേ I1 ഉണ്ട് I2 ഉണ്ട്. ഇത് സോൾവ് ചെയ്താലല്ലേ നമുക്ക് ആൻസർ കിട്ടുള്ളൂ. അപ്പൊ സോൾവ് ചെയ്യാം. അപ്പൊ അടുത്ത ലൂപ്പ് കൺസിഡർ ചെയ്യാം. അടുത്ത ലൂപ്പ് വേണമെങ്കിൽ നമുക്ക് എങ്ങനെ വേണമെങ്കിലും എടുക്കാം. ഞാനിപ്പോ ഈ സെല്ലിന്റെ പോസിറ്റീവ് സ്റ്റാർട്ട് ചെയ്യണേ. ഈ സെല്ലിന്റെ പോസിറ്റീവ് സ്റ്റാർട്ട് ചെയ്തു. ദേ എന്റെ അതേ ഡയറക്ഷനിലല്ലേ ആരോ മാർക്ക് പോകുന്നത്. ഫസ്റ്റ് വരുന്ന റെസിസ്റ്റർ ഏതാ 4 ohm. 4 ohmന്റെ അക്രോസ് ഉള്ളത് I1 I2. അപ്പൊ എങ്ങനെ എഴുതാം 4 into I1 plus I2. ഇനി ഇവിടെ നിന്ന് തുടങ്ങി വേറെ റെസിസ്റ്റർ ഉണ്ടോ അതില്? ഇല്ല. അപ്പൊ സം ഓഫ് ദി EMF എത്ര 6. 4I1 plus 4I2 ഈക്വൽ ടു 6. ഇക്വേഷൻ നമ്പർ 2. അപ്പൊ രണ്ട് ഇക്വേഷൻ കിട്ടിയില്ലേ? ഇനി രണ്ട് സോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തിന്റെ വാല്യൂ ആയി? ഐയുടെ വാല്യൂ ആയി. അപ്പൊ പിന്നെ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയില്ലേ? സോൾവ് ചെയ്യാം. 6I1 plus 4I2 equal to 12. 4I1 plus 4I2 equal to 6. 4I2 പോയി. ബാക്കിയുള്ളത് 6I1 minus 4I1. 2I1 equal to 12 minus 6. 6. I1 equal to 6/2 equal to 3 ampere. ഇനി നമുക്ക് വേണ്ടത് ഏത് റെസിസ്റ്ററിന്റെ അവിടെയുള്ള പവറാ വേണ്ടത്? 4 ohmനല്ലേ? 4 ohmന് അക്രോസ് ഉള്ള കറന്റ് എന്ന് പറയുമ്പോൾ I1 ഉം I2 വരുന്നുണ്ട്. അപ്പൊ നമുക്ക് I2 കൂടെ കണ്ടുപിടിക്കണ്ടേ? അപ്പൊ ഈ പവറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എങ്ങനെ? പവർ ഈക്വൽ ടു, ബാക്കി സ്റ്റെപ്പ് കിട്ടാത്തത് നോക്കിക്കോട്ടാ. I1 കിട്ടുന്നത് മനസ്സിലായല്ല? ഇനി പവർ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് പവർ അക്രോസ് 4 ohm എന്നാ പറഞ്ഞേക്കുന്നത്. 4 ohmന് അക്രോസ് ഉള്ള കറന്റ് ഏതാ? ശ്രദ്ധിച്ചേടാ. 4 ohmന് അക്രോസ് ഉള്ള കറന്റ് I1 plus I2 വരുന്നുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക? I1 plus I2 the whole square into R ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ I1ന്റെ വാല്യൂ മാത്രമല്ല, അവിടെ ആരെ കൂടി കണ്ടുപിടിക്കണം? I2ന്റെ വാല്യൂ കൂടി കണ്ടുപിടിക്കണം. I2ന്റെ വാല്യൂ ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യുക. I2ന്റെ വാല്യൂ കണ്ടുപിടിക്കുക. I1ന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. 4 into 1.5 അല്ലേടാ കിട്ടിയത്? നെഗറ്റീവ് 1.5, നെഗറ്റീവ് 3/2 ശരി. നെഗറ്റീവ് 3/2 കിട്ടും. പിന്നെ എന്ത് ചെയ്യുക? നെഗറ്റീവ് 3/2 ജസ്റ്റ് രണ്ടും കൂടി പ്ലസ് ചെയ്യുക, സ്ക്വയർ ചെയ്യുക, കണ്ടുപിടിക്കുക. ആൻസർ 9 കിട്ടും. പവർ 9. അപ്പൊ ഇനി മനസ്സിലായല്ല ഇതെങ്ങനെയാ സോൾവ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായില്ലേ? ഏതെങ്കിലും അപ്പൊ ഇങ്ങനത്തെ ഒരു 10 ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ചെയ്ത് നോക്കുക. ഓക്കെ, അതുപോലെ നേരത്തെ വരുന്ന രീതിയിൽ കണ്ട മെയിൻ ആയിട്ട് പ്രോബ്ലം ചോദിക്കുന്ന ഏരിയ മനസ്സിലായില്ലേ? ചാപ്റ്ററിന് ഇതിൽ നിന്നാണ് ചോദിക്കുന്നത്. സർക്യൂട്ട് നന്നായിട്ട് പല ടൈപ്പ് സർക്യൂട്ട് ചെയ്ത് പഠിക്കണം, അല്ലെങ്കിൽ കിട്ടത്തില്ല. അപ്പൊ അടുത്ത ക്ലാസ്സിൽ ചെയ്തിട്ട് വരേണ്ട എന്താ? ഒരു കാര്യം ചെയ്യാം, മൂവിങ് ചാർജ് ഇപ്പൊ നോക്കണ്ട. മൂവിങ് ചാർജ് ഇതുപോലെ ഞാൻ അടുത്ത ക്ലാസ്സിൽ ഞാൻ ഒന്നുകൂടെ പറഞ്ഞ് ഞാൻ കുറച്ച് പ്രോബ്ലം ചെയ്യിപ്പിച്ചിട്ട് ചെയ്താൽ മതി. അടുത്ത ക്ലാസ്സിൽ ഇപ്പൊ ഏത് മാത്രം ചെയ്തിട്ട് തന്നെ കറന്റ് ഇലക്ട്രിസിറ്റി വരുമ്പോ തന്നെ ഞാൻ കറന്റ് ഇലക്ട്രിസിറ്റി വീഡിയോ നോക്കി